ഓക്കെ, അപ്പൊ നമുക്ക് സൗണ്ടായിരുന്നു നമ്മൾ പഠിച്ചു തുടങ്ങിയല്ലേ കഴിഞ്ഞ ദിവസം. അപ്പൊ അത് എൻ്റെ റെക്കോർഡിങ് എന്തോ ലാപ്പിന്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു. ഞാൻ വീണ്ടും ഒന്ന് ഫോർമാറ്റ് ഒക്കെ ചെയ്തിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ വീട്ടിലില്ലാത്ത കാരണം ഞാൻ എൻ്റെ ഒരു പഴയ ഒരു PPT, കുറച്ച് പഴയതാണ് ആ PPT, ഞാൻ തപ്പിയെടുത്ത് പ്രസന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ശബ്ദത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ഞാൻ പറയാം. ചിലപ്പോൾ ചില സാധനങ്ങൾ മിസ്സാവാൻ ചെയ്യുന്നത് കുറച്ച് പഴയതാണ്, കുറച്ച് പഴയ PPT ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പഠിച്ചത്? ഒരു ഊർജ്ജ രൂപമാണ്. അപ്പൊ അത് മറന്നു പോകരുത്. ശബ്ദവും ലൈറ്റ്, ഹീറ്റ്, താപം, ശബ്ദം, പ്രകാശം എന്നൊക്കെ പറയുന്നത് എല്ലാം ഓരോ ഊർജത്തിന്റെ ഓരോരോ രൂപങ്ങളാണ്. അപ്പൊ നമ്മള് ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞാൽ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഊർജ്ജ രൂപമാണ്. ഓക്കെ, അതിപ്പോ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചു. ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ശബ്ദത്തിന് എന്ത് വേണം? സഞ്ചരിക്കാനായിട്ട് ഒരു മാധ്യമത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് കാരണമാണ് നമ്മൾ സൂര്യനിൽ ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൂര്യനില് ഈ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? അവിടെ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കും. ഇനിയിപ്പോ ഓർക്കുക, അവിടെ വലിയ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഹൈഡ്രജൻ ബോംബ് തന്നെയാണ് ഈ സൂര്യനുള്ള 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട്, നിങ്ങൾ കെമിസ്ട്രിയിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഹൈഡ്രജനും ചേർന്നിട്ട് ഒരു ഹീലിയ ആറ്റം ഉണ്ടാവുന്നുണ്ട്. 2 ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ട് ഒരു ഹീലിയ ആറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതിഭാസമാണ് അവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ബോംബ് പൊട്ടുന്ന ഒരു എഫക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഒരു സൗണ്ട് പോലും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് ഒരു മാധ്യമമില്ല. ഇങ്ങനെ ഒരു മാധ്യമം ഇല്ലാത്തത് കാരണം എന്തില്ല, നമ്മൾ അവിടുത്തെ സൗണ്ട് ഇവിടെ കേൾക്കൂല. ഓക്കെ, അപ്പൊ സഞ്ചരിക്കാൻ എന്തിന് മാധ്യമം വേണം? സൗണ്ടിന് അല്ലെങ്കിൽ ശബ്ദത്തിന് മാധ്യമം വേണം. പക്ഷെ നിങ്ങൾ ലൈറ്റ് കാണുന്നുണ്ട്, സൂര്യനിൽ ഇവിടെ നമുക്ക് ലൈറ്റ് കാണുന്നുണ്ട്. കാരണം ലൈറ്റിന് സഞ്ചരിക്കാനായിട്ട് ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് ഓർത്തോണം, സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമുള്ള ഊർജ്ജ രൂപമാണ് നമ്മുടെ സൗണ്ട്. ഇനി ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ആദ്യമായിട്ട് ആരാ സൗണ്ട് റെക്കോർഡ് ചെയ്തേ അറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ടോ ഓൾറെഡി? ആരാ ആദ്യമായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്തേ? ആൻസർ ചെയ്തിട്ടുണ്ട്. എഡിസൺ ആണ് ആദ്യമായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്, നമ്മുടെ ടേപ്പ് റെക്കോർഡർ. എഡിസൺ പിന്നെ എന്താ കണ്ടുപിടിച്ചേക്കുന്നത്? എഡിസനെ പറ്റി നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് എഡിസൺ എന്താ കണ്ടുപിടിച്ചേക്കുന്നത്? ബൾബ് കണ്ടുപിടിച്ചേക്കുന്നത് എഡിസൺ ആണ്. നമ്മൾ ശരിക്കും ഒത്തിരി, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പേറ്റന്റ് ഒക്കെ ഉള്ള ഒരാളെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കുന്നത് മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നൊക്കെ പറയുന്ന ആളാണ് എഡിസൺ. ബൾബിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് മെയിനായിട്ട്. പിന്നെ റെക്കോർഡ് കണ്ടുപിടിച്ചു, പിന്നെ നമ്മുടെ TV ക്യാമറ ഉണ്ടല്ലോ, ടെലിവിഷൻ ക്യാമറ, ഇങ്ങനെ അതിന്റെയൊക്കെ ആദ്യ രൂപങ്ങളൊക്കെ. പണ്ട് നിങ്ങൾ ഗ്രാമഫോൺ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതൊക്കെ എഡിസൺ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ശബ്ദം റെക്കോർഡ് ചെയ്യാനും പുനഃസൃഷ്ടിക്കാനും കഴിഞ്ഞ ആളാരാണ്? എഡിസൺ ആണ്. ഓക്കെ, അപ്പൊ ഇതില് പുള്ളി ഉപയോഗിച്ച ഉപകരണത്തിന്റെ പേരാണ് ഫോണോഗ്രാഫ്. ഫോണോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ് ഈ എഡിസൺ ശബ്ദം റെക്കോർഡ് ചെയ്യുകയും പിന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്തത്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി ശബ്ദത്തിന്റെ പഠനശാഖ ഏതാന്ന് ചോദിച്ചാൽ അത് അക്കോസ്റ്റിക്സ് ആണ്. അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ശബ്ദത്തിന്റെ പഠനശാഖ. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താ പഠിച്ചത്? ശബ്ദം ഒരു ഊർജ്ജ രൂപമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. മാധ്യമം ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് എത്തില്ല. അതായത് സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഒന്നും സൗണ്ട് നമ്മൾ ഭൂമി കേൾക്കാത്തതിന്റെ കാരണം അവിടെ എന്തില്ല, മാധ്യമം ഇല്ലാത്ത കാരണമാണ്. ഓക്കെ, സൂര്യനും ഭൂമിക്ക് ഇടയ്ക്ക് ഒരു മാധ്യമം ഇല്ല, ഇടയ്ക്ക് കുറെ ദൂരം വാക്കുവാണ്. അത് കാരണം നമുക്ക് സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റില്ല. പക്ഷെ ലൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സൗണ്ട് ആദ്യമായിട്ട് ശബ്ദം ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത ആള് തോമസ് ആൽവ എഡിസൺ ആണ്. അത് ഫോണോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണം വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്ത്. ഇനി ശബ്ദത്തിനെ പറ്റിയിട്ടുള്ള ഒരു പഠനശാഖ നമുക്കുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നത് അക്കോസ്റ്റിക്സ് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ശബ്ദത്തിനെ ചിത്രീകരിക്കും, ഗ്രാഫായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഓസിലോസ്കോപ്പ്. അപ്പൊ നിങ്ങൾ ഈ ഇലക്ട്രോണിക്സ് പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ബിടെക് ഇലക്ട്രോണിക്സ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ CRO എന്ന് പറഞ്ഞ് കേട്ടോ, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അതൊരു നമ്മൾ ഇലക്ട്രോണിക്സുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് കേട്ടോ. അതുപോലെ സൗണ്ടിനെ നമ്മൾ ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഈ ഇലക്ട്രിക് സിഗ്നലിനെ ഒക്കെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരു ബാറ്ററിയുടെ സിഗ്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കറണ്ടോ വോൾട്ടേജോ ഒക്കെ കൊടുത്താൽ അതിനെ നമ്മൾ ഗ്രാഫിക്കലി കാണാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അതുപോലെ തന്നെ സൗണ്ടിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്
ഓസിലോസ്കോപ്പ്, ചുമ്മാ ഓസിലോസ്കോപ്പ്. അപ്പൊ ശബ്ദത്തിന് ഈ ഓസിലോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ ശബ്ദത്തിന്റെ ചിത്രം കാണാൻ പറ്റും. ഓക്കെ, ഇനി ശബ്ദത്തെ പറ്റി പഠിക്കാനുള്ള ഒരു ഉപകരണമാണ് സോണോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകരണമുണ്ട്. ശബ്ദത്തെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോണോമീറ്റർ. ശബ്ദം ഗ്രാഫായിട്ട് കാണിക്കുന്നത് ഓസിലോസ്കോപ്പ്, പഠിക്കുന്നത് സോണോമീറ്റർ. ഇനി നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു എഡിസൺ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്ത ഉപകരണത്തിന്റെ പേര് ഫോണോഗ്രാം എന്നാണ്. ആദ്യമായിട്ട് ശബ്ദം ആലേഖനം ചെയ്ത ഉപകരണം ഫോണോഗ്രാം. ഇനി നമുക്ക് ചില ആൾക്കാർക്ക് കേൾവിക്കുറവുണ്ട്. അപ്പൊ കേൾവി കുറവുള്ള ആൾക്കാർക്ക് കേൾവി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ചെവിയിൽ വെച്ച് കൊടുക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ഈ ഹെഡ്ഫോൺ പോലത്തെ ഒരു സാധനം നമുക്ക് ചെവിയിൽ വെക്കാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡിയോ ഫോൺ. ഇപ്പൊ വേറെ പല പേരുകളിലും വരുന്നുണ്ട്, അത് ആ ബ്രാൻഡ് മാറുന്നതാണ്. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ഓഡിയോ ഫോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി ഹൈഡ്രോ എന്ന് കേട്ടാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഹൈഡ്രോ എന്ന് എവിടെ കണ്ടാലും അത് റിലേറ്റഡ് ടു വാട്ടർ, വെള്ളത്തിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജലത്തിനോട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഹൈഡ്രോ. അപ്പൊ ഹൈഡ്രോ ഫോൺ എന്ന് പറഞ്ഞാല് ജലത്തിന്റെ അടിയിലുള്ള ശബ്ദം നമുക്ക് റെക്കോർഡ് ചെയ്യണം. പല ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു മറ്റേ ടൈറ്റാനിക് കാണാൻ വേണ്ടി പോയ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, എന്തോ അതിന്റെ പേര്, ടൈറ്റാനിക്, ഈ ഒരു അടിയിലേക്ക് പോകുന്ന ടൈറ്റൻ അല്ല, അപകടം. അത് ആ അപകടത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? എക്സ്പ്ലോഷൻ എന്നാണ്, ഇംപ്ലോഷൻ എന്നാണ് പറയുന്നത്? ഉള്ളിലേക്ക് പൊട്ടിത്തെറിക്കുന്നത് ഇംപ്ലോഷൻ ആണ്. അത് അകത്തേക്കാണ് അത് പൊട്ടിത്തെറിച്ചത്. കാരണം കടലിന്റെ അടിയിൽ ഭയങ്കര പ്രഷറാണ്. അപ്പൊ ഈ പ്രഷർ ആയതുകൊണ്ട് ഈ പ്രഷർ നമ്മുടെ ആ വണ്ടിക്ക്, ടൈറ്റൻ എന്ന് പറയുന്ന വണ്ടിക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഉള്ളിലേക്ക് ചുരുങ്ങി തകർന്നു പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഇതിന്റെ എന്തെങ്കിലും പൊട്ടിത്തെറിയുടെ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവര്. ആർക്ക് കിട്ടുക? അങ്ങനെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, ജലത്തിന് അടിയിലുള്ള സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഹൈഡ്രോഫോൺ. അതുപോലെ തന്നെ സോണാർ ഇതിൽ വരുന്നുണ്ട്, ഞാൻ അന്നേരം പറയാം. അപ്പൊ അവിടെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സൗണ്ടാണ് എടുക്കുന്നത്. ആ സൗണ്ട് എടുക്കുന്നതാണ് റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ് ഹൈഡ്രോഫോൺ. കിട്ടില്ല. അപ്പൊ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്, അതൊന്ന് പറഞ്ഞു നോക്കിയേ. ഓസിലോസ്കോപ്പ് ശബ്ദത്തിനെ ഗ്രാഫായിട്ട് ചിത്രീകരിക്കുന്നു. സോണോമീറ്റർ ശബ്ദത്തെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്നു. പഠിക്കാൻ. ഫോണോഗ്രാം ഓഡിയോ ഫോൺ എന്ന് പറഞ്ഞാല് ഹൈഡ്രോഫോൺ ശബ്ദം റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു കഴിഞ്ഞു നമ്മള്. അപ്പൊ അത്രയാണ് അതിലുള്ള ഈ ഉപകരണങ്ങൾ, ഈ സൗണ്ടിനെ പറ്റിയിട്ടുള്ള. അപ്പൊ എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും പുതിയ ഗൈഡ് നോക്കിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് പഴയതാണ്. അപ്പൊ ഞാനിന്ന് വീട്ടിലില്ല, ഞാൻ പുറത്താ. അപ്പൊ ഞാൻ ഇന്നിപ്പോ പെട്ടെന്ന് ക്ലാസ് വെച്ചപ്പോ എൻ്റെ കയ്യിൽ നേരത്തെ കിടന്ന ഒരു PPT എടുത്താണത്. ഓക്കെ, അപ്പൊ ഇതില് അടുത്ത് നമുക്ക് ഈ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാനൊരു സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ഈ തട്ടിക്കഴിയുമ്പോൾ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ചെറിയൊരു സൗണ്ട്. ആ സൗണ്ട് ഉണ്ടാവുന്ന എങ്ങനെയാ വെച്ചാൽ ഈ പേന വൈബ്രേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ തട്ടുമ്പോൾ എന്ത് സാധനമാണെങ്കിലും അത് വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ആണ് ഇപ്പൊ ഈ പേന ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പേനയുടെ ചുറ്റുമുള്ള ഈ എയർ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്താണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. എല്ലാ സാധനവും അങ്ങനെ. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തട്ടിക്കഴിയുമ്പോൾ പല പല സൗണ്ട് കേൾക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തുടർ ചലനങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ചലനം ആയിരിക്കില്ല ഈ വൈബ്രേഷൻ. ഓക്കെ, ഈ പീരിയോഡിക് മോഷനും എന്നൊക്കെ നമ്മൾ പറയും. പീരിയോഡിക് അല്ല, ഇതൊരു റെഗുലർ ആയിട്ടായിരിക്കില്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റ്. അതിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തുടർ ചലനത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് നമ്മൾ കൂടുതൽ പരിചയം വൈബ്രേഷൻ, അല്ലെ? നമ്മൾ വണ്ടി ഓടിക്കുന്നത് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട്, ഒരു കമ്പനം. ആ വൈബ്രേഷൻ കാരണം നമുക്ക് എന്തുണ്ടാവും? ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശബ്ദം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? കമ്പനമാണ്. അപ്പൊ നമ്മുടെ തൊണ്ടയില്, കഴുത്തിലെ സ്വനതന്തുക്കൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്വനതന്തുക്കൾ എന്ന് വെച്ചാലും കൂടുതൽ നിങ്ങൾ കേട്ടിരിക്കാൻ ചാൻസ് വോക്കൽ കോഡ്സ് എന്നായിരിക്കും നിങ്ങൾ കേട്ടേക്കണം. അപ്പൊ വോക്കൽ കോഡ്സ് അല്ലെങ്കിൽ സ്വനതന്തുക്കൾ ഉണ്ട് നമ്മുടെ തൊണ്ടയില്. ഈ തൊണ്ടയിലെ സ്വനതന്തുക്കൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമുക്ക് ശബ്ദം ഉണ്ടാവുന്നത്. നമുക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും അങ്ങനെയാണ്. പല ജീവികളും പല രീതിയിലാണ്. അപ്പൊ ചീവീടെ ഒക്കെ ആണെങ്കിൽ ചീവീടിന്റെ ചിറകിൽ എന്തോ ഒരു പ്രത്യേക സാധനങ്ങളുണ്ട്, അതിങ്ങനെ ഇട്ട് ഉരയ്ക്കും. ചിറക് ഇങ്ങനെ ഉരയ്ക്കുമ്പോഴാണ് ചീവീടിന്റെ സൗണ്ട് ഒക്കെ വരുന്നത്. അപ്പൊ അതുപോലെ ഓരോ ജീവികൾക്കും സൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഓരോരോ മാർഗങ്ങളുണ്ട്. അപ്പൊ മനുഷ്യൻ സൗണ്ട് ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ സ്വനതന്തുക്കളുടെ ചലനം മൂലം, അല്ലെങ്കിൽ ചലനം എന്നല്ല നമ്മൾ പറയുന്നത്, കമ്പനം മൂലം. ഓക്കെ,
മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു വോക്കൽ കോഡ്സ് എന്നായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്ക് കൂടുതലും. അപ്പൊ അത് കമ്പനം ചെയ്യുമ്പോഴാണ് നമുക്ക് സൗണ്ട് ഉണ്ടാകും. നമ്മുടെ സ്വരതന്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഈ മിമിക്രിക്ക് കാണിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഈ സ്വരതന്തുക്കളുടെ കമ്പനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കാരണമാണ് അവർക്ക് വേറെ ആൾക്കാരെ സൗണ്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഓടക്കുഴൽ കണ്ടിട്ടുണ്ട്. ഈ ഓടക്കുഴലിനുള്ളിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഊതുമ്പോൾ കുറെ ഓട്ടയുണ്ട് അതിലല്ലേ. ഈ ഓട്ടയിലെ വായു ഉണ്ടല്ലോ, ആ വായു വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഊതുമ്പോൾ ഇതിലെ കുറെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഈ ഹോൾസിനെ നമ്മൾ ഇങ്ങനെ അടച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ട് നിങ്ങൾ. അതിലെ വായുവിന്റെ വൈബ്രേഷൻ നമ്മൾ ഈ ഇങ്ങനെ അടച്ചു പിടിച്ച് വ്യത്യാസം വരുത്തും. അങ്ങനെയാണ് നമുക്ക് പല പല സൗണ്ടുകൾ കേൾക്കുന്നത്. അപ്പൊ എത്ര മനസ്സിലായോ? അപ്പൊ കമ്പനം എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിന്റെ തുടർചലനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തുടർചലനമാണ് കമ്പനം. ശബ്ദത്തിന്റെ ആവിർഭാവം എപ്പോഴും കമ്പനം മൂലമായിരിക്കും. നമ്മുടെ കഴുത്തിലെ സ്വനതന്തുക്കൾ അല്ലെങ്കിൽ വോക്കൽ കോഡ്സിന്റെ വൈബ്രേഷൻ കാരണമാണ് കമ്പനം ഉണ്ടാവുന്നത്. ശബ്ദം ഉണ്ടാകുന്നത്. ഇനി ഓടക്കുഴലിൽ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഊതുമ്പം അതിലെ വായു ഉണ്ട് നിറച്ചിരിക്കുന്നത്. ഈ വായുവിന്റെ കമ്പനം മൂലമാണ്, അല്ലെങ്കിൽ എയർ കോളം എന്ന് പറയും. വായു യൂപം എന്ന് പറഞ്ഞാല് എയർ കോളം. എയർ കോളത്തിന്റെ കമ്പനം മൂലമാണ് നമുക്ക് ശബ്ദം ഉണ്ടാകുന്നത്. ഇനി എത്ര കമ്പനം ചെയ്തു എന്നനുസരിച്ച് നമ്മള് എത്ര കമ്പനത്തിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ശബ്ദം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കമ്പനം കൂടുതലാണെങ്കിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും, കമ്പനം കുറവാണെങ്കിൽ വേറെ സൗണ്ട് ആയിരിക്കും. ഇങ്ങനെ കമ്പനത്തിന്റെ വ്യത്യാസം അല്ലെങ്കിൽ കമ്പനത്തിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് സൗണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കും അത്യാവശ്യം എല്ലാവരും. പ്ലസ് ടു സയൻസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിന്. പല പല ട്യൂണിംഗ് ഫോർക്ക്, ഒരു എന്താ അതിന് പറയുന്നത്, ഒരു സോണോമീറ്റർ, ഒരു പൈപ്പിൽ വെള്ളം നിറച്ചിട്ടൊക്കെ ഒരു എക്സ്പെരിമെന്റ്. അപ്പൊ പല പല ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഇങ്ങനെ തട്ടി കഴിയുമ്പോൾ പല സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു വസ്തു ഉണ്ട്, നിങ്ങൾ ചലിക്കുവാണ് അല്ലെങ്കിൽ കമ്പനം നടക്കുവാണ്. അപ്പൊ ഇതിന്റെ അടുത്തുള്ള എയർ ഉണ്ടല്ലോ, കണ്ടോ, എയർ കമ്പനം ചെയ്യും. എയറിന്റെ കമ്പനം നമ്മുടെ ചെവിയിലെത്തും. ചെവിയിൽ 3 എല്ലില്ലേ? എന്തൊക്കെയാ എല്ലിന്റെ പേര്? നിങ്ങൾ ബയോളജി പഠിച്ചവരാ. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നൊക്കെ പറഞ്ഞ് 3 എല്ലുകൾ നമ്മൾ പഠിച്ചു. ഏറ്റവും മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലുകളാണ്. ആ എല്ലുകൾ ശരിക്കും എന്താ ചെയ്യുന്നത് അറിയോ? വൈബ്രേറ്റ് ചെയ്യും. ഈ സൗണ്ട് വന്നു കഴിയുമ്പോൾ അത് ആംപ്ലിഫയർ ആണ്. നിങ്ങൾ ആംപ്ലിഫയർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ സൗണ്ടിനെ നന്നായി ആംപ്ലിഫൈ ചെയ്തിട്ട് ഇലക്ട്രോണിക് സിഗ്നൽ ആയിട്ട് അത് മാറ്റുന്നുണ്ട്. ആ ഇലക്ട്രോണിക് സിഗ്നലാണ് നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഈ വൈബ്രേഷൻ എവിടെ ഉണ്ടാവും? നമ്മുടെ ചെവിയിലും ഈ എല്ലുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത പേജിട്ട് പോവാം നമുക്ക്. ഇനി ഇവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സാധനം, ഫ്രീക്വൻസി. അപ്പൊ എന്താണ് ഫ്രീക്വൻസി എന്ന് ചോദിക്കും. നമ്മൾ കമ്പനത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, നമ്മൾ കമ്പനത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ശബ്ദത്തിനെ തരംതിരിക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കമ്പനത്തിന്റെ എണ്ണം, ഒരു സെക്കൻഡിൽ എത്ര കമ്പനം ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മുടെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്നായിരിക്കും നമ്മൾ കൂടുതൽ കേട്ടേക്കുന്ന വാക്ക്. അതായത് ഒരു സെക്കൻഡിലെ കമ്പനങ്ങളുടെ എണ്ണത്തിനെ പറയുന്ന പേരാണ് എന്ത്? ആവൃത്തി. ഓക്കെ, ഒരു സെക്കൻഡിലെ കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇതിന്റെ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, ഹെഡ്സ്. ഓക്കെ, അപ്പൊ ഒരു ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലെ കമ്പനങ്ങളുടെ എണ്ണം. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. ഇനി ഇതിന്റെ പരിധി, നമ്മുടെ മനുഷ്യന്റെ പരിധി, ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ, അല്ലെങ്കിൽ വേണ്ട 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ്. ഇതാണ് നിങ്ങൾക്ക് ഓർക്കെളുപ്പം. 20 എന്ന് ഓർത്താൽ മതി. 20 എന്ന് ഓർക്കുക. 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ചെവിയുടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ മനുഷ്യൻ ഭയങ്കര ഒത്തിരി ഡിഫക്ട്സ് ഉള്ള ഒരു ജീവിയാണ്. ബാക്കിയുള്ള ജീവികളെ വെച്ച് നമുക്ക് ഒരു കഴിവുമില്ല. കാരണം നമുക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റില്ല, വലിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്കൊരു മീഡിയം സൗണ്ടേ കേൾക്കാൻ പറ്റുള്ളൂ. കളറും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ചെറിയൊരു റേഞ്ചിലെ കളറേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലേ? മറ്റേ ഇൻഫ്രാറെഡോ അൾട്രാ വയലറ്റോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഒരു ചെടിയിലെ പൂവ് കാണുന്നുണ്ട്, ചില തേനീച്ചയോ അങ്ങനെയുള്ള ജീവികളൊക്കെ കാണുന്നതിനേക്കാളും അത്രയും ഭംഗിയിലല്ല നമ്മളത് കാണുന്നത്. അതുപോലെ നമ്മുടെ കേൾവിയും ഭയങ്കര മോശമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് ഇതിനൊക്കെ ഓവർകം ചെയ്യുന്നത്, അല്ലെ? നമുക്കിപ്പോ ഈ 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ കേൾക്കാൻ പറ്റുള്ളെങ്കിലും നമ്മൾ നമ്മുടെ പല ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ സൗണ്ടുകളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ആവൃത്തി? എന്താണ് ആവൃത്തി? പറഞ്ഞോ. അപ്പൊ കമ്പനങ്ങൾ കൂടുതലാണെങ്കിൽ ആവൃത്തി കൂടുതലായിരിക്കും, കുറവായിരിക്കോ? കൂടും, കൂടുതലായിരിക്കും. കമ്പനത്തിന്റെ അല്ലെ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്?
ഹെഡ്സ്. ഹെഡ്സ്. ആ ഇനി മനുഷ്യന്റെ കേൾവി പരിധി എന്തോരം മുതൽ എന്തോരം വരെയാ? 20 കിലോ ഹെഡ്സ് വരെ. ഓക്കെ, അപ്പൊ വളരെ കുറഞ്ഞ ഒരു സൗണ്ടേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഈ സൗണ്ട് കണ്ടോ, ഇത് കണ്ടോ, ഇത് കുറവല്ലേ ഉള്ളേ. ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിരിക്കുക നമ്മൾ, ഒരു 1 സെക്കൻഡ് എടുത്തു കഴിയുമ്പോൾ ഇത് കുറച്ച് വേവ് അല്ലേ ഉള്ളൂ. ഇതിൽ ഏതിലായിരിക്കും ആവർത്തി കൂടുതൽ? താഴെ ഉള്ളതിനല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ആവർത്തി കൂടുതൽ. അതുകൊണ്ട് ഹൈ പിച്ച്, നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നവർ പറയുന്നേക്കാൻ പാടില്ല, പിച്ച് ശരിയായില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ഈ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ. ആ പിച്ച് എന്ന് പറയുന്ന സാധനം ഈ ഫ്രീക്വൻസി ആണ് കേട്ടോ, ഫ്രീക്വൻസിക്ക് അനുബന്ധിച്ച് വരുന്നതാണ് പിച്ച്. ഇനി അൾട്രാസോണിക് എന്ന് പറയുന്ന ഒരു സൗണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൾട്രാസോണിക്. ഓക്കെ, അൾട്രാസോണിക് എന്ന് പറഞ്ഞാല് ഈ 20 കിലോട്സിൽ അൾട്രാ എന്ന് പറഞ്ഞാല് കൂടുതലാണ്, അൾട്രാ അല്ലെ. ഇൻഫ്രാ എന്ന് പറഞ്ഞാൽ എന്താ? കുറവ് അല്ലെ, ഇൻഫീരിയർ അല്ലെങ്കിൽ ഇൻഫ്ര എന്ന് പറഞ്ഞാൽ കുറവും, അൾട്രാ എന്ന് പറഞ്ഞാൽ കൂടുതലും. നമ്മൾ പറഞ്ഞു നമുക്ക് കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. ഓക്കെ, 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ട്, അതായത് 20 കിലോ ഹെഡ്സിന് പൊക്കത്തുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഈ 20 കിലോ ഹെഡ്സിനെക്കാളും മേലെ ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാ. 20 ഹെഡ്സിൽ താഴെ ഉള്ളതിനാണ് ഇൻഫ്ര. 20 ഹെഡ്സിൽ താഴെ ഉള്ളത് ഇൻഫ്രാസോണിക്കും 20 കിലോ ഹെഡ്സിന് മേലെ ഉള്ളത് അൾട്രാസോണിക്കും. അപ്പൊ അത് മറന്നു പോകരുത്. അപ്പൊ നമ്മൾ അതിലുള്ള 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ മനുഷ്യന് കേൾക്കാൻ സാധിക്കുള്ളൂ. അതിന് പുറത്തുള്ളത്, ഈ 20 കിലോ ഹെഡ്സിന് പുറത്തുള്ള സൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക്. അതായത് 20 കിലോ ഹെഡ്സ് ആവൃത്തിക്ക് മുകളിലുള്ള ശബ്ദത്തിനെ നമ്മൾ അൾട്രാസോണിക് എന്ന് വിളിക്കും. നമുക്ക് കേൾക്കാൻ പറ്റൂലല്ലോ, പക്ഷേ ഈ പട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, നായ്ക്കൾക്ക് ഇത് കേൾക്കാൻ പറ്റും. നമ്മള് പലപ്പോഴും കേൾക്കുന്ന, നമ്മൾ കേട്ടില്ലെങ്കിലും പട്ടി ചിലപ്പോൾ കിടന്ന് കുരയ്ക്കും, നല്ല കുരയായിരിക്കും പട്ടി. അപ്പൊ ഇതെന്താ ഈ പട്ടി കിടന്ന് കുരയ്ക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അത് ഈ എന്താ പറയുന്നത്, അത് നമ്മൾ കേൾക്കാത്ത പല സൗണ്ടുകളും അതിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. നായയുടെ ശ്രവണ പരിധി, ഇപ്പൊ നായയുടെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ ഒരു 40 ഹെഡ്സ് മുതൽ 60 കിലോ ഹെഡ്സ് ആണ്. ഓക്കെ, 40 ഹെഡ്സ് ടു 60 കിലോ ഹെഡ്സ്. ഇവിടെ 35 എന്ന് എഴുതിയേക്കുന്നത്, ഒന്ന് കറക്റ്റ് ചെയ്തോണം. ഏതോ ഗൈഡിൽ നോക്കി ഞാൻ അന്ന് ഉണ്ടാക്കിയതാണ്, ഞാൻ ഓർക്കുന്നില്ല ഏത് ഗൈഡാന്നുള്ളത്. അപ്പൊ പട്ടിയുടെ ശ്രവണ പരിധി 40 ഹെഡ്സ് മുതൽ 60 കിലോ ഹെഡ്സ്. അതായത് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഒത്തിരി ഉയർന്ന ഒരു ഫ്രീക്വൻസിയാണ് ഈ പട്ടിക്ക്. ഓക്കെ, ഏതോ ഒരു ബുക്കിൽ എനിക്ക് തോന്നുന്നത് 35 കിലോ ഹെഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. അതാണ് ഞാൻ അതവിടെ വെച്ചേക്കുന്നത്. പിന്നെ പട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂൾ പുസ്തകത്തിൽ പഠിക്കുന്നതാണ്, ഒരു വിസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഗാൾട്ടൺ വിസിൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. കണ്ടോ, ഗാൾട്ടൺ വിസിൽ. അതിന്റെ ഫ്രീക്വൻസി 20 കിലോ ഹെഡ്സ് മുതൽ 35 കിലോ ഹെഡ്സ് ആണ്. ഈ വിസിൽ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ പട്ടി ഓടി വരും. പക്ഷെ നമുക്കിത് കേൾക്കാനും പറ്റില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആ വിസിൽ നമ്മൾ ഊതി കഴിഞ്ഞാൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, സൗണ്ട് കേൾക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ പട്ടിക്ക് അത് മനസ്സിലാവും, പട്ടി ഓടി വരും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. പട്ടീനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിസിലിന്റെ പേര് എന്താണ്? ഗാൾട്ടൺ വിസിൽ. ഓക്കെ, അതിന്റെ ഫ്രീക്വൻസി 20 കിലോ ഹെഡ്സ് മുതൽ 35 കിലോ ഹെഡ്സ് വരെയുള്ള റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ 20 കിലോ ഹെഡ്സിന് മേലെ ഉള്ളത്, പട്ടി ഒരു 40 ഹെഡ്സ് മുതൽ 60 കിലോ ഹെഡ്സ് വരെയുള്ള റേഞ്ചിൽ, അതായത് നമ്മൾ 20 കിലോ ഹെഡ്സേ കേൾക്കുന്നുള്ളൂ. നമ്മളെക്കാളും കൂടുതൽ ഫ്രീക്വൻസി റേഞ്ചിൽ പട്ടിക്ക് കേൾക്കാൻ പറ്റും. ഇനി നമ്മുടെ വാവലുണ്ടല്ലോ, വവ്വാല്. ഈ വവ്വാല് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ അൾട്രാസോണിക് സൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാല് വാവല് കണ്ടോ, ഇവിടെ നിന്ന് വാവല് ഇങ്ങനെ ഒരു സൗണ്ട് വിടുന്നുണ്ട്, ഒരു അൾട്രാസോണിക് സൗണ്ട് വിടും. അപ്പൊ ഏതെങ്കിലും ജീവിയുടെ മേത്ത്, ഇതൊരു ഇരയാണ്, അതിന്റെ ഒരു ഇൻസെക്റ്റിന്റെ മേത്ത് തട്ടിയിട്ട് ഇത് തിരിച്ചു വരും. ഓക്കെ, ഇത് തിരിച്ചു വരും. അതിനെ നമ്മൾ തിരിച്ചു വരുന്നത് നമ്മൾ എക്കോ എന്നാ പറയുന്നത്. ഒരു വാവല് എന്ത് ചെയ്യുന്നു? ഒരു അൾട്രാസോണിക് സൗണ്ട് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഏതെങ്കിലും ഏരയിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണി തട്ടിയിട്ട് ഈ സൗണ്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നത് നമ്മൾ എക്കോ എന്ന് പറയും. അങ്ങനെ തിരിച്ചു വന്നാൽ അതിന്റെ സമയമൊക്കെ അനുസരിച്ച് ഈ ജീവി എവിടെയാന്ന് കറക്റ്റ് ഇത് ലൊക്കേറ്റ് ചെയ്യാം. ഈ വാവലിന് കണ്ണില്ല, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ വവ്വാലിന് കണ്ണില്ലാതെ ഈ സൗണ്ട് വെച്ചിട്ടാണിത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വണ്ടികളിലും നിങ്ങൾ റഡാർ ഇതിന്റെ വർക്കിംഗ് സെയിം ആണ്, പക്ഷെ നമ്മൾ സൗണ്ട് അല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് പറക്കുന്ന ഒരു ജീവി അല്ലെങ്കിൽ ഇര പിടിക്കുന്ന ജീവി അല്ലെങ്കിൽ അതിന് കണ്ണില്ലാത്ത കാരണം അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ടാണ് സഞ്ചരിക്കുന്നത്. അതാണ് വവ്വാല്. ഇനി അതുപോലെ ഡോൾഫിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡോൾഫിൻ ഭയങ്കര ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. അപ്പൊ മനുഷ്യൻ കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ഒരു ജീവി ഡോൾഫിൻ ആണെന്നാണ് പറയുന്നത്. ഒരു സസ്തനിയാണ്. ഈ തിമിംഗലത്തിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ ഡോൾഫിൻ. ഇയാള് ആശയവിനിമയത്തിന് യൂസ് ചെയ്യുന്ന സൗണ്ട് ഈ അൾട്രാസോണിക് ആണ്. നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ അവര് സംസാരിക്കുന്നുണ്ടായിരിക്കാം ഈ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട്. അപ്പൊ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഇത്ര ഞാൻ ഒന്നുകൂടെ പറയാം. അൾട്രാസോണിക് സൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കേൾക്കാൻ പറ്റുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോഹെർട്സ് വരെ. ഈ 20 കിലോഹെർട്സിന് മേലെയുള്ള സൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന അൾട്രാസോണിക് എന്നാണ്. ഈ അൾട്രാസോണിക് സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല, പക്ഷെ നായ്ക്കൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ നായ്ക്കളുടെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 40 ഹെർട്സ് മുതൽ ഒരു 60 കിലോഹെർട്സ് വരെയാണ്. ഇനി ഇതേ ഫ്രീക്വൻസി, അതായത് ഈ സോണിക് സൗണ്ട് വെച്ചിട്ടാണ് ഈ വാവല് പറക്കുന്നത്. ഈ വവ്വാല് പറക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടിട്ടായിരിക്കാം ഈ പട്ടി കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ കൂടെ ഒരു വവ്വാല് പറന്നു പോകുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ അൾട്രാസോണിക് സൗണ്ട് ആണല്ലോ അത് ഉപയോഗിക്കുന്നത്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാരണമാണ് നമുക്ക് ശല്യമില്ലാത്തത്. ആ സൗണ്ട് ചിലപ്പോൾ പട്ടീനെയൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടാവും. അതാണ് പട്ടി കുരയ്ക്കുന്നത്. ഇനി പിന്നെ ഈ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് ഇര പിടിക്കുന്ന ജീവി, അല്ലെങ്കിൽ കണ്ണിന് പകരം അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് സഞ്ചരിക്കുന്ന ജീവി എന്ന് ചോദിച്ചാൽ നിങ്ങൾ വവ്വാൽ എഴുതണം. ഇതല്ലാതെ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജീവി അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുന്ന ജീവി എന്ന് വെച്ചാൽ വവ്വാലല്ല. ആരാണ്? ഡോൾഫിൻ ആണ്. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഏതായിരുന്നു? പട്ടീനെ വിളിക്കുന്ന വിസിൽ. പട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. അത് അൾട്രാസോണിക് ആണ്. 20 കിലോഹെർട്സ് മുതൽ 35 കിലോഹെർട്സ് വരെയാണ് അതിന്റെ റേഞ്ച്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഈ വിസിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഊതിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. ഇത്രയും ഒന്ന് പറഞ്ഞു നോക്കിയേ ഒരു പ്രാവശ്യം. പരീക്ഷയ്ക്ക് തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സാധിക്കില്ല. സാധിക്കും. 60 കിലോഹെർട്സ് വരെയാണ് വവ്വാൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ആണ് ഉപയോഗിച്ചിട്ടാണ്. നമ്മള് തെറ്റിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ 20 കിലോഹെർട്സ് എന്നുള്ളത് ഈ 20 എന്ന് കാണുമ്പോൾ ചാടിക്കറി ആൻസർ അടിക്കും. അത് 20 ഹെർട്സിൽ കയറി കുത്തും. നിങ്ങൾ PSC ആൻസർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകളൊക്കെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി എഴുതും. ചിലപ്പോൾ യൂണിറ്റുകൾ തെറ്റിച്ചായിരിക്കും തരുന്നത്. നമ്മൾ ഒറ്റ വായനയിൽ തെറ്റും. നിങ്ങൾ ഒരിക്കലും ഒറ്റ വായനയിൽ ആൻസർ ചെയ്യരുത്. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നോടെ ഒന്ന് പറയാം. നിങ്ങൾ എപ്പോഴും ഒറ്റ വായനയിൽ ആൻസർ മാർക്ക് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുകയായിരിക്കാം. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്ത് പോയി വെച്ച് ഒരു 10 ആൻസർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം ഈ OMR ഷീറ്റിലേക്ക് എഴുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനൊക്കെ എങ്കിലും മിനിമം 5 ക്വസ്റ്റൻ എങ്കിലും മിനിമം നിങ്ങൾക്ക് ഇതുപോലെ വായിച്ചിട്ട് ഈ ഒരു എന്താ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഇതാണ് ആൻസർ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫിസിക്സിന്റെ ഒക്കെ പെട്ടെന്ന് അങ്ങനെ തെറ്റും. യൂണിറ്റ് ഒക്കെ തെറ്റിച്ചായിരിക്കും അവർ തരുന്നത്. ഈ നമ്പറുകളുടെ കളിയല്ലേ. ഇപ്പൊ 20 ഹെഡ്സ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ 20 കിലോഹെഡ്സോ അല്ലെങ്കിൽ 20 കിലോഹെഡ്സ് എന്നുള്ളത് മെഗാ ഹെഡ്സ് എന്നൊക്കെ ആയിരിക്കും തരുന്നത്. ഓർക്കാതെ ഈ 20 കാണുമ്പോൾ തന്നെ നിങ്ങൾ കയറി കുത്തും. നിങ്ങളല്ല, ഞാനും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്കത് ഒരു എന്താ പറയുന്നത്, ഒരു എററാണ് നമ്മുടെ. എപ്പോഴും നമ്മൾ ആ ഒരു ഇത് കാണുമ്പോൾ സംഭവം അറിയാലോ എന്ന് വിചാരിച്ചാൽ കുത്തുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും ഒന്ന് ആലോചിക്കുക. ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടിയാൽ നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടത്തക്ക രീതിയിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുവോ എന്നൊന്ന് ആലോചിക്കുക. എന്നിട്ട് ഒന്നോടെ ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് റീചെക്ക് ചെയ്തിട്ട് മാത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് OMR മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. സമയം കിട്ടൂല. ചിലപ്പോൾ അങ്ങനെ വന്നിട്ട് സമയം കിട്ടാതെ വരാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചോണം. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു കൊച്ചിനെ കണ്ടാണ്. ആ കൊച്ച് ഇതുപോലെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും സമയം കിട്ടിയില്ല. അങ്ങനെ പ്രശ്നം പറ്റും. അത് നോക്കരുത്. ഒരു 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വീണ്ടും റീചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ. അപ്പൊ അത് ഞാൻ ഫിസിക്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇതുപോലെ ഇപ്പൊ 20 ഹെഡ്സ് എന്ന് ഉള്ളത് ചിലപ്പോൾ 20 കിലോഹെർട്സ് എന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അത് നമ്മൾ ചാടി കയറി 20 കാണുമ്പോൾ കയറി കുത്തും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, പിന്നെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി അടുത്തത് ഇൻഫ്രയാണ്. ഇപ്പൊ നമുക്ക് 20 ഹെർട്സിൽ താഴെ ഇതിന്റെ ബാക്കിലേക്ക് ഇപ്പൊ നമുക്ക് 20 മുതൽ 20 കിലോഹെർട്സ് വരെ നമുക്ക് കേൾക്കാം. ഈ 20 കിലോഹെർട്സിന്റെ മേലെ ഉള്ളത് അൾട്ര, 20 ഹെർട്സിൽ താഴെ ഉള്ളത് ഇൻഫ്ര, അങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ ഇൻഫ്ര എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിൽ താഴെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഭയങ്കര ഫ്രീക്വൻസി കുറവല്ലേ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഫ്രീക്വൻസി കുറവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനയുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ആന ഭയങ്കര നടക്കുമ്പോഴൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടല്ലേ നടക്കുന്നത്, ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ അല്ലേ നടക്കുന്നത്. അതായത് അത് കാരണം അങ്ങനെ ഓർത്തത്. ഇപ്പൊ ആന, ഇതിന്റെ ഈ താഴ്ന്ന കേൾവി പരിധി ഉള്ള ജീവികളൊക്കെ പറയുന്നത് 20 ഹെർട്സിൽ താഴെയാണ് നമ്മുടെ ആവൃത്തി. അതുപോലെ തന്നെ കണ്ടാമൃഗം, ആന, തിമിംഗലം, ജിറാഫ്, ഇവന്മാരൊക്കെ ഏതിന്റെ ആൾക്കാരാണ്? ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ. നിങ്ങൾ ഓർത്താൽ മതി. കണ്ടാമൃഗത്തിന്റെ കേൾവി ശക്തി എന്ന് പറഞ്ഞാൽ 5 ഹെർട്സ് ആണ്, അൾട്രയല്ല, 5 ഹെർട്സ് ഉണ്ടാവും. ഇതിൽ വരുമ്പോ ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ ബിലോ 20 ഹെർട്സ്. ആന വലിയ ജീവിയല്ലേ, കരയിലെ ഏറ്റവും വലിയ ജീവിയാ. തിമിംഗലം കടലിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ. ജിറാഫും അത്യാവശ്യം വലുതാണ്. നിങ്ങൾ ഈ മൃഗശാലയിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, ഭയങ്കര വലിയ തലയൊക്കെ ഉള്ള, ഒത്തിരി പൊക്കമുള്ള ഒരു ജീവിയാണ് ജിറാഫ്. അപ്പൊ ഈ വലിയ ജീവികളെല്ലാം ഏതാണ്? ഇൻഫ്രയാണ്. ഓർത്തോണം. കുഞ്ഞു ജീവിയായിട്ടുള്ള മറ്റേ വവ്വാല്, അങ്ങനെയുള്ള ഡോൾഫിൻ ഉണ്ട്, അത് നോക്കണ്ട. അങ്ങനെയുള്ള ജീവികളൊക്കെ ഏതാണ്? അൾട്രയാണ് കേട്ടോ. ഇനി എന്താണ്ടോ നമ്മൾ കേൾക്കുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോഹെർട്സ് വരെ. ഇനി ഒരു സ്ഫോടനം നടക്കുകയാണ്, അല്ലെ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുകയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഇൻഫ്രാസോണിക് ആണ്. ഓക്കെ, ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി. എത്രയും വലിയ ജീവികൾക്കൊക്കെ ഇൻഫ്രയാണ്. 20 കിലോഹെർട്സിൽ താഴെ, 20 ഹെർട്സിൽ താഴെയുള്ളതിനാണ് നമ്മൾ ഇൻഫ്ര എന്ന് പറയുന്നത്. 20 കിലോഹെർട്സിന് മേലുള്ളതിന് നമ്മൾ അൾട്ര എന്ന് പറയും. വലിയ വലിയ ജീവികളായിട്ടുള്ള ആന, തിമിംഗലം, ജിറാഫ് അവർ അനങ്ങി തിരിഞ്ഞ് വരുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും. അത് കാരണം അങ്ങനെ ഇൻഫ്രയാണെന്ന് വിചാരിച്ചാൽ മതി. അനങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുന്ന ജീവികൾ ഏതിലാണ്? ഇൻഫ്രാസോണിക് പരിധിയിലാണ്. കാരണം അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഇൻഫ്രാസോണിക് വെച്ചിട്ട്. കുഞ്ഞു ജീവിയായിട്ടുള്ള ബാറ്റിനൊക്കെ അല്ലെങ്കിൽ വവ്വാലൊക്കെ അൾട്രയായിരിക്കും. പിന്നെ ഭൂകമ്പമൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയൊക്കെ അല്ലേ, സ്ഫോടനം, അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടക്കുമ്പോഴേക്കും ഈ എർത്തൊക്കെ ഒന്ന് കുലുങ്ങുന്നതാണ്. ഈ വിചാരിക്കുന്നവരെ പെട്ടെന്നൊന്നും വൈബ്രേറ്റ് ചെയ്യില്ല. വലിപ്പം കൂടുന്തോറും വൈബ്രേഷൻ കുറയും. നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് കുറച്ച് നീളത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ തട്ടുക. കുറച്ച് ഇങ്ങനെ ചെറിയൊരു കഷ്ണം പിടിച്ചിട്ട് നിങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾ നീളം കൂടുതൽ എടുത്തിട്ട് ഇത്ര വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പയ്യായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെ സംഭവം. അങ്ങനെ ഓർത്താൽ മതി. അതാണ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ നമുക്ക് ഇതൊന്നും അല്ല കേട്ടോ അതിന്റെ റീസൺ. ഞാൻ നിങ്ങളെ ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ ഉള്ള ശബ്ദം ഇതുപോലെ പയ്യാണ് വരുന്നത്. ഓക്കെ, പയ്യെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസോണിക് ആണ്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാല് താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ്. കണ്ടാമൃഗത്തിന്റെ താഴ്ന്ന 5 ഹെർട്സ്. വലിയ ജീവികൾ ആന, തിമിംഗലം, ജിറാഫ്. അതേതാണ്? ഇൻഫ്രാസോണിക് ആണ്. ഇവയൊക്കെ തിരിച്ചറിയോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത് ഇൻഫ്രാസോണിക് ആണ്. പിന്നെ ഭൂകമ്പ, അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത് പുറപ്പെടുന്ന ശബ്ദപരിധി ഇതാണ് ഇൻഫ്രയാണ്. ഇനി ശബ്ദ സംപ്രേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദത്തിനെ വിടുവാണ്. നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് എന്ന് പറയും. ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഓൾറെഡി ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇതിന് സൗണ്ടിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പൊ സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ആർക്ക്? ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്തത് നമ്മുടെ ശബ്ദം സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ശബ്ദം സംപ്രേഷണം ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ട്രാൻസ്മിഷൻ എന്നുള്ള ഒരു വാക്കായിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടേക്കുന്നത്. അപ്പൊ ശബ്ദം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമം വേണം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, സൂര്യനിൽ നിന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കാത്തത് ഈ മാധ്യമം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും ബഹിരാകാശത്ത് പോകുന്ന ആൾക്കാരുണ്ട്, ചന്ദ്രനിലൊക്കെ പോയ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? നീലാസ്ട്രോങ്. ആരൊക്കെ ചന്ദ്രനിൽ ഇറങ്ങിയ ആൾക്കാര്? നീലാസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ,
പിന്നെ മൈക്കിൾ മൈക്കിൾ കോളിൻസ്. മൈക്കിൾ കോളിൻസ് അല്ലായിരുന്നോ എവിടെ ഇരുന്നേ? വണ്ടിയിലിരുന്നത്. ആദ്യം കാലുകുത്തിയതാരാ? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്. അവര് പോയ ഇതിന്റെ പേരെന്താ? അപ്പോളോ അല്ലെ? അപ്പോളോ അപ്പോളോ 11. അപ്പോളോ 11 ആണോ? 11 ആണോ 7 ആണോ അറിയില്ല, ഞാൻ ഓർക്കുന്നില്ല അവരുടെ. അപ്പോളോ ആണ്. ഓക്കെ, നാസയുടെ ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പൊ അവര് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? അത് ശരിക്കും റേഡിയോ ട്രാൻസ്മിറ്റർ വെച്ചിട്ടുണ്ട് അവരുടെ ഉടുപ്പില്, അല്ലെ? അവര് റേഡിയോ ട്രാൻസ്മിഷൻ വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വർത്താനം പറഞ്ഞാൽ അവർ കേൾക്കില്ല, അടുത്ത ആൾ കേൾക്കില്ല, കാരണം അവിടെ മീഡിയം ഇല്ല. ഓക്കെ, അപ്പൊ ആ മീഡിയം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോറി, മീഡിയ അല്ല, അവര് ഈ റേഡിയോ ട്രാൻസ്മിഷൻ ഉണ്ട് അവർക്ക്. റേഡിയോ ഉണ്ട്, വോക്കി ടോക്കി പോലത്തെ. അത് വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ബഹിരാകാശത്ത് ചെന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി നടന്നാൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റൂല. ഓക്കെ, ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം വേണം. അതിൽ ഒരു തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്, വേവ് ആയിട്ട്. ഓക്കെ, ഒരു തരംഗ രൂപത്തിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. തരംഗത്തിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അനുപ്രസ്ഥമുണ്ട്, അനുദൈർഘ്യം ഉണ്ട് കേട്ടോ. അനുപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ്. ഈ കണ്ടോ, നിങ്ങൾക്ക് ഇപ്പൊ സംശയം വരും പരീക്ഷയ്ക്ക്. ഈ കണ്ടാൽ പ്രകാശം. ഓക്കെ, അനുപ്രസ്ഥം പ്രകാശമാണ്. ട്രാൻസ്വേഴ്സ് എന്ന് ചോദിക്കില്ല, നമ്മുടെ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പൊ നിങ്ങൾ പേടിക്കേ വേണ്ട. ഡിഗ്രി ലെവൽ എക്സാമിനാണ് ഇംഗ്ലീഷിന് വരുന്നത്. അപ്പോൾ അന്നേരം നിങ്ങൾ പേര് പഠിച്ചു വെക്കുക, ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡൽ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എപ്പോഴും അനുപ്രസ്ഥം അനുദൈർഘ്യം എന്ന് ഓർത്തിരിക്കുക. അനുപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്. ഓക്കെ, രണ്ടിടത്തും ഉണ്ട്. ഇനി അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അതാണ് നമ്മുടെ ശബ്ദം സഞ്ചരിക്കുന്ന രൂപം. ഇമ്പോർട്ടന്റ് ആണ്, ഇത് രണ്ടിൽ ഒരെണ്ണം വേണേ ചോദിക്കാം. ശബ്ദം സഞ്ചരിക്കുന്ന ഏത് തരംഗമായിട്ടാണെന്ന് ചോദിച്ചാൽ അനുദൈർഘ്യ തരംഗവും. പ്രകാശം സഞ്ചരിക്കുന്നത് എന്താണ്? അനുപ്രസ്ഥ തരംഗമായിട്ടാണ്. ഇപ്പൊ സൂര്യനിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കാത്തതിന്റെ കാരണം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു മാധ്യമം ഇല്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പാണ്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സൂര്യനിൽ നിന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ബഹിരാകാശത്ത് വെച്ച് പരസ്പരം സംസാരിക്കാൻ സാധിക്കില്ല. ശബ്ദം മാധ്യമത്തിലൂടെ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നു. തരംഗം എന്ന് പറഞ്ഞ വേവ് എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. വേവ്. തരംഗം രണ്ടു തരം: അനുപ്രസ്ഥ തരംഗം, പ്രകാശം. അനുപ്രസ്ഥ തരംഗം പ്രകാശം സഞ്ചരിക്കുന്ന രൂപം. അനുദൈർഘ്യ തരംഗം ശബ്ദം സഞ്ചരിക്കുന്ന രൂപം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ശബ്ദത്തിന് കുറച്ച് സ്പീഡ് ഉണ്ട്, വേഗത. ശബ്ദത്തിനാണോ ലൈറ്റിനാണോ വേഗത കൂടുതൽ? ലൈറ്റിനാണ് ഏറ്റവും വേഗതയുള്ളത് അല്ലെ? എത്ര ലൈറ്റിന്റെ വേഗത? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിച്ചോണേ, യൂണിറ്റ് ശ്രദ്ധിച്ചോണേ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശ വേഗത. അതാണ് ലോകത്തിലെ ഏറ്റവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വേഗത നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അത് ചിലപ്പോൾ മാറാം. അപ്പൊ ഇതുവരെ ഉള്ളത് നമ്മൾ എന്താണ്, പ്രകാശത്തിന്റെ വേഗതയാണ് കൂടുതൽ. അത് വെച്ചിട്ട് നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ടല്ലോ, എനർജിയും മാസും തമ്മിലുള്ള റിലേഷൻ ഏതാണ്? പ്രകാശ വേഗത വെച്ചിട്ടുള്ള mc². ആരാണത് കണ്ടുപിടിച്ച ഈക്വേഷൻ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, E=mc². അപ്പൊ നമ്മള് ഈ പ്രകാശത്തിന്റെ വേഗതയാണ് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വേഗത എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് E=mc² പുള്ളി എഴുതിയിരിക്കുന്നത്. പ്രകാശത്തിനേക്കാൾ കൂടുതൽ സ്പീഡുള്ള സാധനം വന്നാൽ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, ഇനി നമ്മുടെ കാര്യം അതല്ല, പ്രകാശം വരുമ്പോൾ ഞാൻ പറയാം. ഇനി നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ വേഗതയാണ്. ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്, പല സ്ഥലത്തും പല സ്പീഡാണ്. എപ്പോഴും ഇപ്പൊ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, മാറുന്നതിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുള്ളൂ. ശബ്ദത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പലത്. അപ്പൊ സോളിഡ് നമ്മൾ എടുക്കുക, ഖരവസ്തുക്കളിലാണ് ഏറ്റവും വേഗത. ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ള മാധ്യമം ഖരവസ്തുക്കളാണ്. മാധ്യമം മാറുമ്പോൾ ശബ്ദത്തിന്റെ വേഗത മാറുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ദ്രാവക വസ്തുക്കൾ. ദ്രാവക വസ്തുക്കളിലാണ് രണ്ടാമത്തെ വേഗത. അപ്പൊ ഏറ്റവും കുറവ് ഏതിനായിരിക്കും? വാതകം. എയറിൽ നമ്മൾ കേൾക്കുന്നതായിരിക്കും ഏറ്റവും വേഗത കുറവ്. മനസ്സിലായോ? അപ്പൊ ഏറ്റവും വേഗത ഖരവസ്തുക്കളിൽ, രണ്ടാമത് ദ്രാവകത്തില്, കുറവ് വാതകത്തിൽ. ഇപ്പൊ നമ്മൾ ഈ ഒരു കഥ പറയുന്നുണ്ട്. നമ്മളൊരു കപ്പലിൽ നിൽക്കുകയാണ്, ഒരു പട്ടാളക്കാരൻ.
ഒരു കപ്പലിൽ നിൽക്കുന്ന ഒരു പട്ടാക്കള്ളക്കാരൻ ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ട് കേട്ടു. ആദ്യം ഒരു സൗണ്ട് കേട്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ബോംബോടെ പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 ബോംബ് പൊട്ടിയതല്ല, പുള്ളി വെള്ളത്തിലാണ് നിൽക്കുന്നത്, ഈ നേവിയാണ്, നേവിക്കാരനാണ്. ഈ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഈ വെള്ളത്തിക്കടെ സൗണ്ട് സഞ്ചരിച്ച് വരുന്നുണ്ട് ഒരു പ്രാവശ്യം. അപ്പൊ നമ്മുടെ അവിടെ ഒരു ബോംബ് പൊട്ടിയപ്പം ആ വെള്ളത്തിക്കടെ സഞ്ചരിച്ച് വന്ന ഒരു സൗണ്ട് അത് ആദ്യം വരും. കാരണം ദ്രാവകത്തിലെ ഇതിന്റെ സ്പീഡ്, ശബ്ദത്തിന്റെ വേഗത കൂടുതലാണ് ആരെക്കാളും, വാതകത്തിനേക്കാളും. അപ്പൊ ദ്രാവകത്തിലൂടെ സഞ്ചരിച്ച ആ സൗണ്ട് ആദ്യമായിട്ട് പുള്ളിയുടെ ചെവിയിൽ എത്തുകയും പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ മാത്രമാണ് വാതകത്തിലൂടെ സഞ്ചരിച്ച് അയാളുടെ ചെവിയിൽ എത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 പ്രാവശ്യം പുള്ളി അത് കേൾക്കും. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കഥ പറഞ്ഞത്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ഏറ്റവും വേഗത എവിടെയാ? സോളിഡ്സില്. ഏറ്റവും കുറവ് ദ്രാവകത്തില്, കുറവ് മൂന്നാമത് വാതകത്തില്. അപ്പൊ അത്രയും ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ സ്പീഡ് ഒന്ന് ഓർത്തിട്ട് നമ്മളെ പണ്ട് പരീക്ഷയ്ക്ക് ചുറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ശൂന്യതയിലെ ശബ്ദത്തിന്റെ വേഗത എത്രയാണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു പരീക്ഷയ്ക്ക്. അപ്പൊ ശൂന്യതയിൽ എത്ര വേഗത? ശൂന്യതയിൽ ഉണ്ടോ ശബ്ദം? ശബ്ദം ഇല്ല, ശബ്ദം സഞ്ചരിക്കില്ല. ശബ്ദം ഇല്ലെന്നല്ല, ശബ്ദം സഞ്ചരിക്കില്ല. അപ്പൊ അത് കാരണം ഇല്ലാത്ത സാധനം, അല്ലെങ്കിൽ സ്പീഡ് ഒട്ടും ഇല്ലാത്ത സ്പീഡ് നമ്മൾ എത്ര എഴുതണേ? 0 ആണ് ശൂന്യതയിലെ വേഗത. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കി തന്നത് പരീക്ഷയ്ക്ക് പിള്ളേർക്ക്. എനിക്ക് തോന്നുന്നു LDC ലെവൽ ഒരു എക്സാമിനായിരുന്നു ചോദിച്ചേ, ശൂന്യതയിലെ വേഗത എത്രയാന്ന് ചോദിച്ചു. അപ്പൊ ചാടി കയറി 350 എന്നൊക്കെ പറഞ്ഞ് എഴുതി. 350 നമ്മൾ ഓർക്കുന്നുണ്ടാവും. പക്ഷെ 350 എന്ന് പറഞ്ഞാല് വായുവിലെ വേഗതയാണ് ഇമ്പോർട്ടന്റ്. വായുവിലെ ശബ്ദത്തിന്റെ വേഗതയാണ് 340. അത് ടെമ്പറേച്ചർ, ഇത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ. ഇനി 0 ഡിഗ്രിയിലാകുമ്പോൾ 341 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അത് അല്ലെ, ഈ 340 നിങ്ങൾ ഓർത്താൽ മതി. തണുക്കും തോറും വേഗത കൂടി വരും, അതാണ്. അപ്പൊ ശൂന്യതയിലെ വേഗതയാണ് അത്തവണ ചോദിച്ചത്. ശൂന്യതയിലെ വേഗത ചോദിച്ചപ്പോൾ എല്ലാവരും 340 എഴുതി വെച്ചത്. അത് ശൂന്യതയിലല്ല, നമ്മൾ പ്രകാശത്തിന്റെ സ്പീഡ് പറയുന്നതാണ്. ശൂന്യതയിലെ സ്പീഡാണ് 310⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ലാത്തത് കാരണം, അവിടെ സഞ്ചരിക്കാത്ത സ്ഥലത്ത് എന്തായാലും വേഗതയില്ലല്ലോ. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കാത്തത് കാരണം അതിനെന്തില്ല, അവിടെ വേഗത ഇല്ല. വേഗത എത്രയാണ്? 0 ആണ്. ഇനി വായു കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ, ഒരു റൂം ടെമ്പറേച്ചറിൽ എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ കുറച്ച് സ്പീഡ് കൂടുതൽ, പൊടിക്ക് സ്പീഡ് കൂടുതലുണ്ടാവും. 341 നിങ്ങൾക്ക് ഓർക്കാം. 343 ഫാൻസി നമ്പറാണ്. 343 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഏതാ? 0 ഡിഗ്രി സെൽഷ്യസിലെ. ഇനി വെള്ളത്തിലെ സ്പീഡ് ഒന്ന് ഓർത്തിരുന്നേക്ക. 1, 4, 5, 3. ഓർക്കാൻ എളുപ്പമല്ലേ? 1, 3, 4, 5 ഉണ്ട്. 1453 അല്ലെ? 1345 ആയിരുന്നു നിങ്ങൾക്ക് ഓർക്കാറുണ്ടല്ലേ? 1345. അതിനൊന്ന് മാറ്റിയാൽ മതി. ഇങ്ങനെ ഇങ്ങോട്ടല്ലേ, ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി നമ്പറുകളൊക്കെ. 1453 ആണ് നമ്മുടെ ജലത്തിലെ വേഗത. ഇനി കണ്ടോ, ഇത് 350 ഉള്ളൂ നമ്മുടെ വായുവിലെ. ഇനി ഖരവസ്തുക്കളുടെ വേഗത നിങ്ങൾ കണ്ടോ? അയൺ കണ്ടോ? 5120, സ്റ്റീൽ 5960. അപ്പൊ നമ്മുടെ PSCന്റെ ആൻസർ സ്കീമില് സ്റ്റീലിനാണ് ഏറ്റവും വേഗത. ഓക്കെ, സ്റ്റീലിന്റെ വേഗതയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ PSCയുടെ ആൻസർ കീ കിടക്കുന്നത്. ഇപ്പൊ പിന്നൊരു കാര്യമുണ്ട്, താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദ വേഗത വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. താപനില കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദ വേഗത. താപനില കൂടുന്നതിനനുസരിച്ച്, സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ ശബ്ദ വേഗത. അപ്പൊ ഇതിലെ ഈ വെലോസിറ്റിയുടെ കാര്യത്തിലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് സംശയം വന്നേ? 340യും 343 അല്ലേ? അതല്ലേ ചോദിക്കാൻ വന്നേ? ഹലോ, ഇത് തൽക്കാലം ഇങ്ങനെ ഓർക്കുക. താപനിലയും സാന്ദ്രതയും കൂടുന്നതിനനുസരിച്ച് വായുവിലെ ശബ്ദ വേഗത കൂടുന്നതെന്ന് ഓർക്കുക. ഇത് ഞാനൊന്ന് കറക്റ്റ് ചെയ്തിട്ട് തരാം. 340 343 ഇത് ഗേഡിൽ നിന്ന് തന്നെ എഴുതിയെന്നാ ഞാൻ. അപ്പൊ വായുവിലെ ഈ 340 ആണ് നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഈ 343 എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പഠിച്ചേക്കാം. ഈ 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ നേരത്ത്, പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇടുന്ന ഒരു വാല്യൂ. 340 മീറ്റർ പെർ സെക്കൻഡ്. ശൂന്യതയിലെ വേഗത നിങ്ങൾ ഓർത്തിരിക്കുക. ഈ വാല്യൂസ് ഒന്നും നിങ്ങൾ ഓർക്കും. ഗൈഡിനകത്ത് ശുദ്ധജലം 1482. ഗൈഡില്. ഗൈഡില് കടൽ ജലം 1520. കടജലം 1522. ഇത് മാറുമ്പോ ചില വാല്യൂസ് ഒക്കെ വ്യത്യാസം വരും. കാരണം ഇതൊന്നും
കറക്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ഒന്നും അല്ല. പല സ്ഥലത്തും പല വാല്യൂ ആയിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ ഇത് മറ്റേ NCERT ഒരു വാല്യൂ ആയിരിക്കും, SCERT വേറെ ഒന്നായിരിക്കും. അപ്പൊ ഇതൊന്നും അത് കാരണം ഇങ്ങനെ നമ്മളോട് എന്ത് ചെയ്യില്ല, ഇതിന്റെ ഈ നമ്പറുകൾ നിങ്ങളോട് ചോദിക്കില്ല. ഏതിലെ സ്പീഡ് കൂടുതലെന്ന് ചോദിക്കുള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ സ്റ്റീല് നമ്മുടെ PSCന്റെ ആൻസർ ആണ് ഈ സ്റ്റീല്. പക്ഷെ സ്റ്റീൽ അല്ല, എനിക്കൊന്ന് അലൂമിനിയോ അങ്ങനെ എന്തോ വേറൊരു സാധനത്തിന് വേഗത കൂടുതലുണ്ട് ഇതില്. നമ്മുടെ SCERT ബുക്കില് ഇതല്ല ആൻസർ. അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തോണം. ഏത് ഈ സ്റ്റീലിന്റെ കേസ്. പക്ഷെ PSCയുടെ ആൻസറിൽ ഏതാണ് കിടക്കുന്നത്? സ്റ്റീലാണ് കിടക്കുന്നത്. ഇതിൽ ഈ വാല്യൂസ് ഒന്നും സാധാരണ ചോദിക്കാറില്ല, എന്നൊന്നും ചോദിക്കില്ല. കാരണം നമ്മളിത് പല സ്ഥലത്ത് നോക്കിയാൽ, ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പല ബുക്ക് നോക്കിയാൽ ഈ വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പൊ വാല്യൂ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിന്റെ ആൻസറിൽ ഇത് ചോദിക്കുന്നത് ശൂന്യതയിലെ വേഗത നിങ്ങളോട് ചോദിക്കും, 0 എന്നുള്ളത്. പിന്നെ വായുവിലെ വേഗത ഈ 340 നമ്മൾ സാധാരണ എടുക്കുന്നതാണ്. ഇതിൽ ഇത് വ്യത്യാസം വരുന്നത് നമ്മൾ പല ആൾക്കാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നുണ്ട്, പിന്നെ ആരാണ്, അങ്ങനെ കുറച്ച് വേറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ വരുമ്പോൾ ഈ വ്യത്യാസം വരുന്ന ഈ നമ്പറുകൾ പല രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ ഏറ്റവും വേഗതയുള്ളത് ഖരവസ്തുക്കളിൽ, വേഗത ഏറ്റവും കുറവ് വായുവില്, ശൂന്യതയിൽ നിങ്ങൾക്ക് 0 എന്ന് പറയാം, വായുവിൽ നിങ്ങൾ 340 എന്ന് ഓർത്തിരിക്കുക. സ്റ്റീലിന്റെയും ഈ പറയുന്ന സാധനങ്ങളുടെ ഒന്നും നമ്പറുകൾ നിങ്ങൾ ഓർക്കണം. ഞാനത് കറക്റ്റ് നമ്പർ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഞാൻ നോക്കിയിട്ട് നമ്മുടെ SCERT ബുക്കിൽ ഏതാണോ അതായിരിക്കും ഇവര് എടുക്കുന്നത്. നിങ്ങൾ നമ്പർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റീലാണ് നമ്മുടെ PSCന്റെ ആൻസർ. അത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നുണ്ട്. സ്റ്റീലാണ് PSCയിലെ ഈ ഇതിന്റെ ഏറ്റവും വേഗതയുള്ള സാധനം എന്ന് പറയുന്നവര്. പിന്നെ താപനില കൂടുമ്പോഴും സാന്ദ്രത കൂടുന്നതിനനുസരിച്ചും വായുവില് ശബ്ദവേഗത കൂടുന്നുണ്ട്. അതിനൊരു ഗ്രാഫ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സാന്ദ്രതയല്ലേ, ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച് ശബ്ദവേഗതയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 100% ഹ്യൂമിഡിറ്റി ആയപ്പോൾ വേഗത കൂടുന്നുണ്ട്. ഉത്തര ഓർത്തേക്കാം. ഇനി അടുത്തത് ശബ്ദത്തേക്കാൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതനെ നമ്മൾ വിളിക്കുന്ന പേര് സബ് സോണിക് എന്നാണ്. ഓക്കെ, നിങ്ങൾ വിമാനങ്ങളുടെ പേര് പറയാൻ നേരത്തെ കേട്ടിട്ടില്ലേ? സൂപ്പർ സോണിക് വിമാനം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടണ്ട. അപ്പൊ സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന സാധനമാണ് സൂപ്പർ സോണിക്. സബ് സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതയിൽ. ഇനി ഹൈപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ ഒരു 5 ഇരട്ടിയൊക്കെ വേഗത്തില് ശബ്ദത്തിന്റെ. നമ്മുടെ ഈ യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ മിഗ് എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധവിമാനങ്ങളൊക്കെ പലതും സൂപ്പർ സോണിക് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. നല്ല സ്പീഡായിരിക്കും അതിനൊക്കെ. അത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതാണ്, ഈ സൂപ്പർ സോണിക് വിമാനങ്ങളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഏതാ യൂണിറ്റ്? മാക്ക് നമ്പർ എന്ന് പറയും. അപ്പൊ മാക്ക് നമ്പർ 1 എന്ന് പറഞ്ഞാല് ശബ്ദത്തിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന, അതായത് ശബ്ദത്തിന്റെ അതേ വേഗത്തിൽ സഞ്ചരിക്കും. മാക്ക് നമ്പർ 2 എന്ന് പറഞ്ഞാല് ശബ്ദത്തിന്റെ ഇരട്ടി വേഗത. മാക്ക് നമ്പർ 3 എന്ന് പറഞ്ഞാല് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത. മനസ്സിലായോ? അപ്പൊ ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സബ്സോണിക് ശബ്ദം. സബ്സോണിക്. കൂടിയ വേഗതനെ നമ്മൾ സൂപ്പർ സോണിക് എന്ന് പറയും. 5 ഇരട്ടി വേഗതനെ നമ്മൾ ഹൈപ്പർ സോണിക് എന്ന് പറയും. സൂപ്പർ സോണിക് വേഗതയുടെ വിമാനങ്ങളുടെ വേഗതയുടെ യൂണിറ്റ് മാക്ക് നമ്പർ ആണ്. ഒരു മാക്ക് എന്ന് പറഞ്ഞാൽ 340. ഞാൻ പറഞ്ഞില്ലേ, 340 ആണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ശബ്ദത്തിലെ വായുവിലെ വേഗതനെ പറയുന്നത്. ഓക്കെ, ഈ സോണിക് ബൂം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കേട്ടോ? സോണിക് ബൂം ഈ സൂപ്പർ സോണിക് വിമാനങ്ങളൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്പനമാണ്. നമ്മുടെ വീടുകളിലെ ചില്ലും ഒക്കെ പോകുമായിരുന്നു പണ്ട്. സൂപ്പർ സോണിക് വിമാനങ്ങൾ ഇത് നടത്തുമായിരുന്നു. നമുക്ക് ഈ ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് പണ്ട്. ഇപ്പൊ അത് യൂസ് ചെയ്യാറില്ല. കാരണം ഇതാണ് പ്രശ്നം. ഈ സോണിക് ബൂം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. നിങ്ങൾ ഈ എന്താ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈ ചാട്ടവാറില്ലേ, നമ്മുടെ ചാട്ടവാറൊക്കെ നമ്മൾ ഇങ്ങനെ നന്നായി വീശുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഒരു പ്രത്യേക ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചാട്ട വീശി. കേട്ടിട്ടില്ല ആ സൗണ്ട്? അതുപോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവും ഈ സൂപ്പർ സോണിക്കില് ഈ പ്ലെയിനുകൾ പോകുമ്പോൾ. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ ചിലപ്പോൾ വീടുകളിലെ ചില്ലൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ഉണ്ടായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ യുദ്ധവിമാനങ്ങളൊക്കെ അവർ സൂപ്പർ സോണിക് വേഗതയൊക്കെ എടുക്കും, പക്ഷെ അത് വളരെ ഉയർന്നാണ് പറക്കുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് ഈ സോണിക് ബൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പേജിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ഈ മാക്ക് നമ്പർ പഠിച്ചാൽ മതി. സൂപ്പർ സോണിക് വിമാനങ്ങളുടെ വേഗത പറയുന്ന യൂണിറ്റ് മാക്കാണ്. മാക്ക് 2, മാക്ക് 3, മാക്ക് 4 എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മള് ഫ്രാൻസിൽ നിന്ന് കണ്ടല്ലേ ഇപ്പൊ പുതിയ പ്ലെയിൻ മേടിച്ചായിരുന്നേ? അതെന്താ പ്ലെയിനിന്റെ പേര്?
ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച ഇന്ത്യക്കാര്? റാഫേൽ റാഫേൽ വിമാനങ്ങൾ. റാഫേലൊക്കെ എനിക്ക് തോന്നുന്നു സൂപ്പർസോണിക് ആണ്. പിന്നെ നമുക്ക് കുറച്ച് മിസൈൽസ് ഇല്ലേ, നമ്മുടെ മിസൈൽസ് ഏതാ മെയിൻ ആയിട്ടുള്ള? നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണം ഏതാണ്? അഗ്നി, പൃഥ്വി, ശക്തി എന്നൊക്കെ പറഞ്ഞ മിസൈൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി മിസൈൽ ഉണ്ട്. അപ്പൊ അതില് സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ പോകുന്ന മിസൈലാണ് ബ്രഹ്മോസ് അല്ലേ? ബ്രഹ്മോസ് അല്ലേ? ബ്രഹ്മോസ് അല്ലേ? അപ്പൊ ആ ബ്രഹ്മോസ് മിസൈലിലൊക്കെ ഈ മാക്ക് നല്ല സൂപ്പർസോണിക് മിസൈലുകളാണ്, ഭയങ്കര സ്പീഡാണ് അതിനൊക്കെ. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി പത്രമാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഏതാ? ശബ്ദത്തിന്റെ വേഗത വരെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാൻ. ഇനി ശബ്ദത്തിന് 3 സവിശേഷത, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദം എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് അവർ വിചാരിച്ചാല് ഈ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ചോദിക്കും. ശബ്ദത്തിന്റെ സവിശേഷതയാണ്. ഒരു ശബ്ദത്തിന് ഇപ്പൊ നമ്മൾ മോഹൻലാലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നിങ്ങളിപ്പോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഏതായിരുന്നു? ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ ജയറാമിന്റെ സിനിമ, ഇപ്പൊ പുതിയത് കഴിഞ്ഞ ദിവസം റിലീസായ ഓസ്ലർ എന്നും പറഞ്ഞൊരു പടം നിങ്ങൾ റിലീസായത് കണ്ടു കാണും. കണ്ടോ? അങ്ങനത്തെ സിനിമയുടെ പോസ്റ്റർ എങ്കിലും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? പോസ്റ്റർ കണ്ടു. അപ്പൊ ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങി. ഇപ്പൊ സിനിമ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു മമ്മൂട്ടി ആ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞു. മമ്മൂട്ടി സിനിമയിലുണ്ട്. അപ്പൊ ഇതില് ഈ മമ്മൂട്ടി വരുന്നതിന് മുന്നേ, ഈ പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. കാരണം ട്രെയിലറിൽ ചെറിയൊരു പോർഷനിൽ മമ്മൂട്ടി സംസാരിക്കുന്നുണ്ട്. ഒരു വാക്കെന്തോ പറയുന്നുണ്ട്. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് മമ്മൂട്ടിയാണല്ലോ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ നമുക്ക് മമ്മൂട്ടിയുടെ സൗണ്ടും മോഹൻലാലിന്റെ സൗണ്ടും പൃഥ്വിരാജിന്റെ സൗണ്ടും ജയറാമിന്റെ ദിലീപ്, ഇങ്ങനെ ഓരോരുത്തരുടെ സൗണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിത്താറിന്റെ സൗണ്ട്, ചെണ്ടയുടെ സൗണ്ട്, വയലിന്റെ സൗണ്ട്, ഇങ്ങനെ ഓരോ സൗണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഓരോ സൗണ്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് കാണണമെന്നില്ല, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഗിത്താറിന്റെ സൗണ്ടാണ്, അല്ലെങ്കിൽ ഇത് മോഹൻലാലിന്റെ സൗണ്ടാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതിന്റെ കാരണം, അതായത് ഒരു ശബ്ദത്തിനെ മറ്റൊരു ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് ഒരു 3 പ്രത്യേകതകളുണ്ട് ശബ്ദത്തിന്. 1 ഉച്ചത, 2 സ്ഥായി, 3 ഗുണം. ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ ഒരു ശബ്ദത്തിന്റെ പ്രത്യേകത പറയുന്നത്. അപ്പൊ ഇതിൽ ഗുണം വെച്ചിട്ടാണ് സത്യത്തില് ഞാൻ ഈ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആരുടെ ശബ്ദമാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞുതരാം അതൊക്കെ ഏതൊക്കെയാണ്. ഉച്ചത എന്ന് പറഞ്ഞാൽ തീവ്രതയാണ് ശബ്ദത്തിന്റെ. ഇപ്പൊ ഞാൻ നന്നായി കൂവുകയാണ്, നല്ല ഉറക്കെയാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ എന്റെ ഉച്ചത എന്തായിരിക്കും? അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ? ലൗഡ്നെസ് നമ്മൾ പറയില്ലേ, ചിലർ ഭയങ്കര ഉറക്കെയാണ് സംസാരിക്കുന്നതെന്ന്. നിങ്ങൾ മമ്മൂട്ടിയുടെ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി ഭയങ്കര ഉറക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ ഉച്ചതയുടെ തീവ്രത അല്ലെങ്കിൽ ശബ്ദത്തിന്റെ തീവ്രത വളരെ കൂടുതലാണ്. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഉച്ചത. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ഉച്ചത എന്ന് പറയും. ഉച്ചത എന്ന് പറഞ്ഞാല് ശബ്ദത്തിന്റെ തീവ്രത ഭയങ്കര കൂടുതലാണ്. ചിലത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചർ അവിടെ വന്ന് നിൽക്കുകയാണ്, അപ്പൊ നമ്മൾ പയ്യെ സംസാരിക്കും. ഈ പയ്യെ സംസാരിക്കാൻ നേരത്ത് ഉച്ചത കുറവായിരിക്കും. കണ്ടോ? ഇതാണ് പയ്യെ ഉള്ള സൗണ്ട്. ഓക്കെ, അതിനെ ഈ ഹൈറ്റ് കുറവായിരിക്കും. കണ്ടോ? ഈ ഹൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഈ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കും. ഇത് കണ്ടോ? ഇതിന്റെ ഹൈറ്റ് കൂടുതലല്ലേ നോക്കിയേ. അപ്പൊ ഇതാണ് ഉച്ചത കൂടിയത് അല്ലെങ്കിൽ ലൗഡ് സൗണ്ട്. ലൗഡ് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ലൗഡർ എന്ന് പറയില്ലേ, കേൾക്കാൻ പറ്റുന്നില്ല, ലൗഡർ എന്ന് പറയും ടീച്ചർമാര്. അല്ലെങ്കിൽ ഇത്രയോടെ ഉറക്കം സംസാരിക്കാൻ പറയും. അതാണ് ഏത്? ഉച്ചത കൂടുതൽ. ഉച്ചത കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കൂടും. അതാണ് നമുക്ക് എത്രത്തോളം കേൾക്കാം. നിങ്ങൾ ടി വിയിലൊക്കെ വോളിയം കൂട്ടൂലേ? വോളിയം കൂട്ടുമ്പോൾ സംഭവിക്കുന്നത് ഇതിന്റെ ഉച്ചതയാണ് കൂടുന്നത്. നിങ്ങൾ ടി വിയുടെ വോളിയം കൂട്ടുക, അപ്പൊ നമ്മൾ ടി വിയുടെ സൗണ്ട് കൂട്ടി, അപ്പൊ ഉച്ചത കൂടി. അപ്പൊ എത്രത്തോളം, അപ്പൊ ശബ്ദ തീവ്രതയുടെ അളവ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്. എന്താണ്? ഉച്ചത. ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്നതായിട്ട് ചോദിക്കാം. കാരണം ഇത് നന്നായിട്ട് ഇത് അറിയാവുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശബ്ദ തീവ്രതയുടെ അളവ് ഏതാന്ന് ചോദിച്ചാൽ അത് എന്തായിരിക്കും? ഉച്ചതയായിരിക്കും. അതായത് എത്രത്തോളം നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചേക്കാണെങ്കിൽ നമുക്ക് അത്ര നന്നായിട്ട് കേൾക്കാൻ സാധിക്കില്ല. എത്ര മാത്രം കേൾക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് ഉച്ചത. ഇനി നമ്മൾ ശബ്ദ മലിനീകരണം പറയുന്നത് ഈ ഉച്ചത അനുസരിച്ചാണ്. ഭയങ്കര സൗണ്ട്. നിങ്ങളൊരു ഗാനമേള കേൾക്കാൻ പോയേക്കുവാണ്, ഭയങ്കര സൗണ്ടാണ്.
അപ്പൊ അവിടെ ശബ്ദ മലിനീകരണമാണ് അല്ലെ. അപ്പൊ ശബ്ദ മലിനീകരണം പറയുന്നത് ഉച്ചതയാണ്. ഉച്ചത കൂടുതലാണെങ്കിൽ അവിടെ മലിനീകരണം കൂടുതലായിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയും. ഡെസിബൽ, dB. ഈ യൂണിറ്റ് ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റേഷ്യോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ dB ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് dB എന്താണ് ഉച്ചതയുടെ യൂണിറ്റ്. ഓക്കെ, ഇനി ഇത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം dB മീറ്റർ എന്നാണ്, അല്ലെങ്കിൽ അതിനെ ഓഡിയോ മീറ്റർ എന്ന് പറയും. dB മീറ്റർ അല്ലെങ്കിൽ ഓഡിയോ മീറ്റർ. ഇനി തരംഗത്തിന്റെ ഉന്നതി ഞാൻ പറഞ്ഞില്ലേ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞില്ലേ, ആംപ്ലിറ്റ്യൂഡിന്റെ മലയാളമാണ് ഉന്നതി. അപ്പൊ ഇതിന്റെ പൊക്കം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ഉച്ചതയും കൂടും. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു തരംഗത്തിന്റെ എന്തുമായിട്ടാണ് ഉച്ചത ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്താണ്? നമ്മുടെ തരംഗത്തിന്റെ ഉന്നതി. ഓക്കെ, ഇത്ര ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്താണ് ഉച്ചത എന്ന് പറഞ്ഞാല്? ശബ്ദ തീവ്രതയുടെ അളവാണ്. എത്രത്തോളം കേൾക്കാമെന്ന് പറയുന്നതാണ് ശബ്ദമലിനീകരണം പറയുന്നത് യൂണിറ്റ് ഡെസിബല്. ശബ്ദ തീവ്രത ഓഡിയോ മീറ്റർ. തരംഗത്തിന്റെ ഉന്നതി കൂടുന്നതിനനുസരിച്ച് ഉച്ചതയും ഉച്ചതയും കൂടുന്നു. ഓക്കെ, ഉച്ചതയും കൂടുന്നു. ഇനി അടുത്തത് ഇത് കുറച്ച് സാധനം ഒന്ന് ഓർത്തു വെച്ച്. ഇത് എന്നും ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ചില ബുക്കിൽ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, വളരെ ചെറുതാണല്ലോ. അതൊരു 10 dB ആണ് എന്ന് വിചാരിക്കുക. 10 dB. ക്ലോക്കിൽ സൂചി ടിക് 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 സൗണ്ട് കേൾക്കുന്നില്ലേ, അതൊരു 30 dB താഴെയായിരിക്കും. ഇനി ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ആശുപത്രിയിൽ രാത്രി അനുവദിച്ചിരിക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ 40 dB താഴെയാണ്. ആശുപത്രി രോഗികളൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ അതൊരു 40 dB താഴെയുള്ള സൗണ്ട് മാത്രമേ അവിടെ അനുവദിച്ചിട്ടുള്ളൂ. ഇനി പയ്യെ നമ്മൾ സംസാരിക്കുകയാണ്, അത് 40 dB ആണ്. നമ്മൾ നോർമലി സംസാരിച്ചാൽ ഒരു 60 മുതൽ 65 dB വരെ ആയിരിക്കും. വണ്ടിയുടെ ഹോൺ എന്തായാലും നമ്മുടെ സൗണ്ടിനേക്കാളും കൂടുതലാണേ, അത് 70 മുതൽ 75 dB. പിന്നെ ഇത് ചോദിക്കും പരീക്ഷയ്ക്ക്. ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞാൽ 90 dBക്ക് മേളി വന്ന ശബ്ദ മലിനീകരണമാണ്. മനുഷ്യന് അസഹനീയമായ ശബ്ദം എന്ന് പറഞ്ഞാൽ 125 dB. ഏകദേശം നമ്മുടെ ചെവി തകരാറിലാവും കേട്ടോ, അതും ചോദിക്കാം. 125 dBക്ക് മേലെ പോയാൽ നമ്മുടെ ചെവി തകരാറിലാവും. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്നത് ഒരു 60 മുതൽ 120 dB വരെയൊക്കെയാണ് ശബ്ദത്തിന്റെ നോർമൽ ലെവൽ. ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ശ്വസിക്കുന്ന ശബ്ദം എത്രയാ? ഭയങ്കര പയ്യല്ലേ, 10 dB. അതാണ് ഏറ്റവും കുറവാണ്, 10 ഡെസിബൽ. ക്ലോക്കിലെ സൂചി 30 ഡെസിബൽ. ആശുപത്രിയിലുള്ളത് എത്രയാണ്? ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ്? 40 dB താഴെ. ഇനി മൃദു സംഭാഷണം 40 dB. മനുഷ്യന്റെ ശബ്ദം 60 to 65 ഇടയ്ക്ക് ഏകദേശം. വണ്ടികളുടെ ഹോണ് ഏകദേശം ഒരു 10 dB കൂടുതൽ ഉണ്ടാവും, 70 to 75. ശബ്ദ മലിനീകരണം 90 ഡെസിബലിന് മേഖലയിൽ. നോർമൽ ലെവല് 60 to 120. അസഹനീയമായ ശബ്ദം, സഹനീയമായ ശബ്ദം 125 dB മുകളിൽ. ചെവി തകരാറായിപ്പോ നമ്മൾ ഈ വിമാനമൊക്കെ ഓടുമ്പോഴേ അതിന്റെയൊക്കെ അടുത്ത് ഭയങ്കര സൗണ്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അപ്പൊ രണ്ടാമത്തെ സാധനമാണ് സ്ഥായി. അപ്പൊ ഇതിന് കൂർമ്മതയുടെ അളവാണ്. പിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫ്രീക്വൻസിനെ നമ്മൾ പിച്ച്, നമ്മൾ ഈ പാട്ട് പാടുമ്പോ ചിത്രയൊക്കെ പറയുന്നേക്കാൻ പാടില്ല, പിച്ച് ശരിയായില്ല, പിച്ച് ഔട്ട് ആയി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഈ ഇതിനകത്ത് ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ. ശബ്ദത്തിന്റെ കൂർമ്മതയുടെ അളവാണ് പിച്ച്. അത് തുളച്ചു കയറാനുള്ള കഴിവ് കേട്ടോ, തുളച്ചു കയറാനുള്ള കഴിവാണ് പിച്ച് അല്ലെങ്കിൽ സ്ഥായി. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ചീവീടിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടല്ലോ, പിന്നെന്താ സ്ത്രീകളുടെ ശബ്ദം, കുട്ടികളുടെ ശബ്ദം, ചീവീടിന്റെ ശബ്ദം, ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇപ്പൊ പുരുഷന്മാരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രമ്മിന്റെ ശബ്ദം അല്ലെങ്കിൽ ഇടിമുഴക്കമൊക്കെ ഏതാണ്? താഴ്ന്ന സ്ഥായിയാണ്, മറന്നു പോകരുത്. സ്ത്രീകളുടെ ശബ്ദം, കുട്ടികളുടെ ശബ്ദം, ചീവീടിന്റെ ശബ്ദമൊക്കെ ഉയർന്ന സ്ഥായിക്കാണ്. ഭയങ്കര ചീവീടിന്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭയങ്കര ഈ മറ്റേ നമ്മുടെ കൊതുകിന്റെ മൂളലൊക്കെ, അതൊക്കെ ഉയർന്ന സ്ഥായിയാണ്. നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നത്, നിങ്ങൾ അത്ര ആലോചിച്ചാൽ മതി. ചെവിയിലേക്ക് തുളച്ചു കയറുന്ന സൗണ്ട് ആണെങ്കിൽ അത് ഉയർന്ന സ്ഥായി ആയിരിക്കും.
ചെവിയിലേക്ക് തുളച്ച് കയറാത്ത രീതിയിലുള്ളതാണ് താഴ്ന്ന സായി. പുരുഷ ശബ്ദം, ഡ്രമ്മിന്റെ ശബ്ദം, ഇടിമുഴക്കം. ഈ സ്ത്രീകളുടെ ശബ്ദം ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പണ്ട്. അത് ഉയർന്ന സ്ഥായിയാണ്. ഓക്കെ, അപ്പൊ സ്ഥായി എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ചാണ്, ശബ്ദത്തിന്റെ കൂർമ്മതയുടെ അളവാണ്, അല്ലെങ്കിൽ തുളച്ചു കയറാനുള്ള കഴിവ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സ്ഥായി എന്ന് പറയുന്നത്. ഇനി തരംഗത്തിന്റെ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആവൃത്തി പഠിച്ചായിരുന്നു അല്ലെ, ഹെഡ്സ്. അപ്പൊ ഞാൻ അന്നേരം അവിടെ താഴത്തെ എഴുതിയിട്ടുണ്ടായി ലോ പിച്ച് സൗണ്ട്, ഹൈ പിച്ച് സൗണ്ട് എന്ന്. ആവൃത്തി കൂടുമ്പോൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുമ്പോൾ സ്ഥായി കൂടും. അപ്പൊ സ്ഥായി കൂടിയത്, സ്ഥായി അളക്കാനായിട്ട് നമുക്കൊരു ഉപകരണമുണ്ട്, ടോണോമീറ്റർ. ടോണോമീറ്റർ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് സ്ഥായി അളക്കുന്നത്. ഓക്കെ, അപ്പൊ ശബ്ദത്തിന്റെ കൂർമ്മതയുള്ളതാണ് സ്ഥായി. ആവൃത്തി കൂടുന്നതിനനുസരിച്ച് സ്ഥായി കൂടുന്നുണ്ട്. സ്ഥായിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഉയർന്ന ഇത് ഈ പേജിൽ നിങ്ങൾ ഉയർന്ന സ്ഥായിയുടെ താഴ്ന്ന സ്ഥായിയുടെ എക്സാമ്പിൾ പഠിച്ചാൽ മതി കേട്ടോ. സ്ത്രീകളുടെ ശബ്ദം, കുട്ടികളുടെ ശബ്ദം, ചീവീടിന്റെ ശബ്ദവും ഒക്കെ ഉയർന്ന സ്ഥായിക്കും, പുരുഷ ശബ്ദവും ഡ്രമ്മിന്റെ ശബ്ദവും ഇടിമുഴക്കവും താഴ്ന്ന സ്ഥായിക്കും ഉദാഹരണമാണ് കേട്ടോ. ഇത് കണ്ടോ, സ്ഥായി കൂടുതലാണ്, ഇത് സ്ഥായി കുറവാണ്. അപ്പൊ ഈ സ്ഥായി എന്ന് പറയുന്ന പേര് തെറ്റിക്കരുത്. അത് പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ സ്ഥായി എന്ന് പറയുന്ന പേര് നിങ്ങൾ തെറ്റിക്കും, അത് നിങ്ങൾ മറന്നു പോകരുത്. സ്ഥായി ഒരു പ്രോപ്പർട്ടിയോടെ നമുക്ക് പഠിക്കാനുള്ളൂ, ഗുണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മമ്മൂട്ടിയുടെ സൗണ്ടും മോഹൻലാലിന്റെ സൗണ്ടും അല്ലെങ്കിൽ വയലിന്റെ സൗണ്ടോ ഫ്ലൂട്ടിന്റെ സൗണ്ടോ ആൾക്കാരുടെ വോയിസ് എല്ലാം നമുക്ക് തിരിച്ചറിയുന്നത്. അതായത് ഒരാളെ കാണാതെ നമുക്ക് ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത് എന്ത് കാരണമാണ്? അതിന്റെ ഗുണം അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ടിമ്പർ. ഓക്കെ, ഒരേ സ്ഥായിയിലും ഒരേ ഉച്ചത്തിലായിരിക്കും. അപ്പൊ മമ്മൂട്ടി മോഹൻലാലും ഒരേ സൗണ്ടിൽ സംസാരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് അയാളെ അത് ആരാണ് സംസാരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരേ ഉച്ചതയിലും ഒരേ സ്ഥായിലും ആണെങ്കിലും നമുക്ക് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ത് കാരണമാണ്? ഈ ഗുണം കാരണമാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ 3 കാര്യങ്ങള്? കുഴപ്പമില്ലല്ലോ? ഓക്കെ, നമുക്ക് ഇനി 2-3 സാധനം കൂടെ ഉണ്ട്, അതോടെ നമുക്ക് തീർത്തേക്കാം. അപ്പൊ ഈ സ്ലൈഡ് മൊത്തം അങ്ങ് തീരും. എന്നിട്ട് ഞാൻ അതിൽ പറയാത്ത കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഓക്കെ, ഇതില് നമുക്കൊരു ഇതിന്റെ പ്രോപ്പർട്ടിയാണ് ശബ്ദത്തിന്റെ, എന്താ പറയുന്നത്, ശബ്ദത്തിന്റെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഒന്ന് പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, പേഴ്സിസ്റ്റൻസ് അല്ലെങ്കിൽ ശ്രവണ സ്ഥിരത. അതായത് നമ്മളൊരു സൗണ്ട് കേട്ടാലേ 1/10 സെക്കൻഡിലേക്ക് നമ്മുടെ ചെവിയിൽ ആ സൗണ്ട് തങ്ങി നിൽക്കും, കുറച്ചു നേരം തങ്ങി നിൽക്കും. അതിനെയാണ് നമ്മൾ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. വീക്ഷണ സ്ഥിരത എത്രയാ? നമ്മുടെ 1/16. ഈ വീക്ഷണ സ്ഥിരത വരുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ എവിടെയാ ഇത് ആപ്ലിക്കബിൾ ആവുന്നത്? വീക്ഷണ സ്ഥിരത ടി വി സിനിമയൊക്കെ കാണുന്നത് വീക്ഷണ സ്ഥിരത അനുസരിച്ചാണ്. അപ്പൊ നമ്മുടെ ശ്രവണ സ്ഥിരത അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്, 1/10 ആണ്. സോറി, കുറച്ച് കൂടുതലാണ് അല്ലെ, വീക്ഷണ സ്ഥിരതയെക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. 1/10 വീക്ഷണ സ്ഥിരത, സോറി ശ്രവണ സ്ഥിരത. 1/16 ആണ് വീക്ഷണ സ്ഥിരത, മറന്നു പോകരുത്. അപ്പൊ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് അത് എന്തായിരിക്കും? നമ്മുടെ ചെവിയിൽ നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് കേട്ടോ. കുറച്ചു നേരത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും. ഇനി പ്രതിധ്വനി എന്ന് പറഞ്ഞാല് നമ്മള് മൂന്നാറൊക്കെ ചെല്ലുമ്പോ എക്കോ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ചെന്ന് കൂവിക്കഴിഞ്ഞാല് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ചെവിയിൽ വരൂലേ? അപ്പൊ പ്രതിധ്വനി ഉണ്ടാവുന്ന ഒരാൾ ഇവിടെ നിന്ന് കൈ കൊട്ടുവാണ്, ഇവിടെ ചെന്ന് തട്ടി തിരിച്ച് അയാളുടെ ചെവിയിൽ വരുവാണ്, റിഫ്ലക്ട് ചെയ്ത് ചെവിയിൽ വരുവാണ്. അതിനെയാണ് നമ്മൾ പ്രതിധ്വനി എന്ന് പറയുന്നത്, എക്കോ എന്ന് പറയും, എക്കോ. അപ്പൊ ഒരു സൗണ്ട് ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ച് നമ്മുടെ ചെവിയിൽ വരുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി. ഇപ്പൊ പ്രതിധ്വനി ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ്? പ്രതിഫലനമാണ്. ഓക്കെ, പ്രതിഫലനം, ചെന്ന് തട്ടി തിരിച്ചു വരുന്നു. ഇനി ഇതിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഏറ്റവും കുറഞ്ഞ സമയമല്ല, ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ചോദിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാല് 17 മീറ്ററെങ്കിലും ദൂരം വേണം. ഓക്കെ, പക്ഷെ ഇത് കണ്ട ഇത്രയും ദൂരം, ഈ ദൂരം 17 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് 17 മീറ്റർ ആണ്. നിങ്ങളോട് ചോദിക്കുന്ന വേറൊരു കാര്യം, എത്ര ദൂരം വേണമെന്ന് ചോദിച്ചാൽ 17 മീറ്റർ ആണ്. പക്ഷെ ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും എന്ന് ചോദിച്ചാല് ഇവിടെ ചെന്ന് തട്ടി തിരിച്ചു വരണ്ടേ? അപ്പൊ 17 34 മീറ്റർ ശബ്ദം സഞ്ചരിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് ശബ്ദം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കേൾക്കും, വീണ്ടും ഒന്നോടെയും കേൾക്കും. നമ്മൾ സംസാരിച്ച സാധനം ഒന്നോടെയും കേൾക്കുന്ന പ്രതിഭാസമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ. അപ്പൊ പ്രതിധ്വനി ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ്? പ്രതിഫലനമാണ്. ഒരു സ്ഥലത്ത് നിന്ന് തട്ടി
തിരിച്ചു വരുന്ന ആ പ്രതിഫലനമാണ് പ്രതിധ്വനി ഉണ്ടാവാനായിട്ടുള്ള കാരണം. അപ്പൊ പ്രതിധ്വനിക്ക് വേണ്ട എത്ര ദൂരം സഞ്ചരിക്കണം എന്ന് ചോദിച്ചാൽ എത്ര മിനിമം ഉണ്ടാവാൻ വേണ്ട കുറഞ്ഞ ദൂരം 17 മീറ്ററും ശബ്ദം സഞ്ചരിക്കുന്ന ദൂരം അപ്പൊ 17 മീറ്റർ അവിടെ ചെന്നിട്ട് തിരിച്ച് ഇയാളുടെ ചെവിയിൽ വരണ്ടേ. അപ്പൊ അങ്ങനെ 17 34 മീറ്റർ ആണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അനുരണനം എന്ന് പറഞ്ഞാൽ റിവർബറേഷൻ എന്ന് പറയും. നമ്മളൊരു ഹോളിൽ ചെന്നിട്ടേ, നമ്മളൊരു വലിയൊരു ഹോളിൽ ചെന്ന് നിന്ന് കൂവാണ്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ തട്ടി എക്കോ കേൾക്കും. അതിനെയാണ് നമ്മൾ അനുരണനം എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നാ പറയുന്നത്. നമ്മുടെ സൗണ്ട് ഒരു റൂമിൽ പല സ്ഥലങ്ങളിൽ ചെന്ന് തട്ടി വരുന്നതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആവർത്തിച്ചുള്ള പ്രതിഫലനം. അതിനെ പറയുന്ന പേരാണ് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ. കിട്ടിയോ? ഒരു ചെറിയ റൂമിൽ നമ്മൾ പ്രതിധ്വനി കേൾക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ റിഫ്ലക്ഷനേക്കാൾ കൂടുതൽ അനുരണനമാണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. നമ്മളൊരു ഓഡിറ്റോറിയത്തിലൊക്കെ ചെല്ലുക, നിങ്ങൾ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ചെല്ലുക. ഇപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പള്ളി ചെന്നിട്ടൊന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി വെക്കുക. അപ്പൊ പള്ളി എന്ന് പറയുന്നതിന് കാരണം ഒരു നല്ലൊരു ഹോള് കിട്ടുന്നത് നമ്മുടെ പള്ളിയിൽ, ഈ എടപ്പള്ളി പള്ളിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര വലിയൊരു ഹോളുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവിടെ ഇവിടെയൊക്കെ തട്ടി ഇത് വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അവർ കാർപ്പറ്റ് ഇട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പള്ളിയിലൊക്കെ നല്ല കാർപ്പറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ തിയേറ്ററിന്റെ ഭിത്തിയിലൊക്കെ നിങ്ങൾ ഈ എന്താ പറയുന്നത് പ്രത്യേക തെർമോകോളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ സൗണ്ട് ഈ മൾട്ടിപ്പിൾ ആയിട്ട് റിവർബറേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് എക്കോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ഈ കാർപ്പറ്റ് ഇടുന്നത്. അതുപോലെ തിയേറ്ററിൽ നമ്മൾ ഭിത്തിയൊക്കെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ തെർമോകോളൊക്കെ ഉണ്ടാവും. പിന്നെ ഹോൾസ് നിങ്ങൾ കാണാൻ പറ്റും, കുറെ ഓട്ടകൾ കാണാം അതിന്റെ ഇടയിൽ. പിന്നെ താഴത്ത് കാർപ്പറ്റ് ഇട്ടുണ്ടാവും. പിന്നെ സീറ്റ് അതുപോലത്തെ സീറ്റ് ആയിരിക്കും. അതായത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും തിയേറ്റർ ചെയ്യുന്നത്. അത് ഈ അനുരണനം കളയാൻ വേണ്ടിയിട്ടാണ്. അത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, റിവർബറേഷൻ കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ടൈറ്റാൻ എന്ന് പറയുന്ന കപ്പല് മുങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് നോക്കിയ ഒരു മെത്തേഡ് ഈ സോണാർ എന്ന് പറഞ്ഞിട്ട്, അതായത് റഡാർ ഈ വെള്ളത്തിൽ വർക്ക് ചെയ്യില്ല. റഡാറിന് പകരം നമ്മൾ സൗണ്ട് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് എന്തിന്റെ ഫുൾ ഫോം, സോണാറിന്റെ ഫുൾ ഫോം. അപ്പൊ കപ്പലുകളിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആഴമൊക്കെ നോക്കാൻ വേണ്ടി എന്തോ ഒരു താഴ്ചയുണ്ട്. അപ്പൊ കണ്ടോ, ഇവിടെ നിങ്ങളെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ തട്ടി തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇതില് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ മീൻകൂട്ടം വരുന്നുണ്ടോ, കുറെ മീനുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോണാർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേവ്സ് എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് വേവ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തന തത്വം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എക്കോ ലൊക്കേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ. എക്കോ വെച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. അതാണ് എക്കോ ലൊക്കേഷൻ. നമ്മൾ അൾട്രാസോണിക് സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, സോണാർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് എന്നാണ് ഫുൾ ഫോം. വെള്ളത്തിന്റെ അടിയിൽ എന്തോരം ഡെപ്ത് ഉണ്ട്, മീനുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കാരണം അവിടെ നമുക്ക് റേഡിയോ വേവ്സ് വർക്ക് ചെയ്യില്ല, സൗണ്ട് വേവ്സേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ ആ ടൈറ്റൻ എന്ന് പറയുന്ന ഇത് മുങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അന്നേരം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അപ്പോഴെ കണ്ടിന്യൂസ് ആയിട്ട് വാർത്തയിലൊക്കെ വന്നതാണ്. അവിടെ റഡാറില്ല, സോണാറാണ് യൂസ് ചെയ്യുന്നത്. കാരണം കടൽ വെള്ളത്തില് റഡാർ വർക്ക് ചെയ്യില്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കടൽ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവില്ല. ഓക്കെ. എന്തേ പോവുള്ളൂ, സൗണ്ട് വേവ്സേ പോവുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൾട്രാസോണിക് സൗണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രവർത്തന തത്വം എക്കോ ലൊക്കേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് വഴിയിൽ തടസ്സമൊക്കെ മനസ്സിലാക്കുന്ന എക്കോ ലൊക്കേഷൻ ആണ്. ഇപ്പൊ വണ്ടികളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വർക്ക് ജീവിക്കുന്ന ജീവി ഏതാ വവ്വാല്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നിങ്ങളോട് ചോദിക്കണം, കടലിലെ ആഴം അളക്കുന്ന ഉപകരണം ഏതാന്ന് വെച്ചാൽ അത് ഫാത്തോമീറ്റർ ആണ്. ഫാത്തോമീറ്റർ, അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട് കടലിലെ ആഴം അളക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അത് മനസ്സിലായില്ലേ? സോണാർ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടുത്ത ദിവസം നമ്മളിത് അതിലെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ക്ലാസ്സോടെ ഞാൻ സൗണ്ട് എടുക്കുന്നുണ്ട്, കാരണം കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു LGC ഒക്കെ ഇത്രയും മതി. പക്ഷെ എന്നാലും ഞാൻ ബാക്കിയുള്ള താപമൊക്കെ ഫുൾ എടുത്തിട്ടുണ്ട്, ഡിഗ്രി ലെവലിന് ആവശ്യമുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ അത് പോലെ ഇതും തീർത്തു തരാം. കാരണം പിന്നെ നിങ്ങൾക്ക് വേറെ ഇനി അതിനു വേണ്ടി പഠിക്കണ്ടല്ലോ എക്സ്ട്രാ ആയിട്ട്. ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഇനി നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാല്
ഈ നമ്മൾ സൗണ്ട് ഇവിടുന്ന് വരുന്നുണ്ട്, ഇവിടുന്ന് സൗണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വണ്ടിയിൽ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ട് വരുവാണ്. അപ്പൊ നമുക്ക് ആ വണ്ടി അടുത്തേക്ക് വരുന്ന പോലെ, അപ്പൊ അടുത്തേക്ക് വരുമ്പോൾ സൗണ്ട് കൂടി കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെ? അകന്ന് പോകുമ്പോൾ സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്ന കണ്ടിട്ടില്ലേ? ഈ അനൗൺസ്മെന്റ്, പോലീസ് വണ്ടിയുടെ സൈറനൊക്കെ അല്ലെ, ആംബുലൻസിന്റെ സൈറനൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ സൗണ്ട് കൂടും. അതായത് നമ്മുടെയോ അല്ലെങ്കിൽ ഒന്നിലെ കേൾവിക്കാരന്റെയോ അല്ല ശബ്ദ സ്രോതസ്സിന്റെയോ ചലനം മൂലം ശബ്ദത്തിന്റെ ആവൃത്തിയിൽ വരുന്ന വ്യത്യാസത്തിന് വിളിക്കുന്ന പേരാണ് നമ്മുടെ ഡോപ്ലർ എഫക്റ്റ്. ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കേൾവിക്കാരന്റെയോ ശബ്ദ സ്രോതസ്സിന്റെയോ ചലനം മൂലം ശബ്ദത്തിന്റെ ആവൃത്തിയിൽ വരുന്ന വ്യത്യാസമാണ് ഡോപ്ലർ എഫക്റ്റ്. ശബ്ദ സ്രോതസ് അടുത്തേക്ക് വരുമ്പോൾ ആവൃത്തി കൂടുന്നു, അകലുമ്പോൾ കുറയുന്നു. കണ്ടോ? അപ്പൊ ഇത് വെച്ചിട്ടാണ്, ഈ ഡോപ്ലർ വെച്ചിട്ടാണ് വിമാനത്തിന്റെയും അന്തർവാഹിനിയുടെയൊക്കെ വേഗത അളക്കുന്നത്. ക്രിസ്റ്റ്യൻ ഡോപ്ലർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ പണ്ട് +2 പഠിക്കാൻ നേരത്തെ ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്നതാണ്. ഇത് ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മൾ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദ സ്രോതസ് മൂവ് ചെയ്യുന്നു. ഇത് രണ്ടായാലും നമുക്ക് സൗണ്ടിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ശബ്ദ സ്രോതസ് അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ശബ്ദ സ്രോതസ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് സൗണ്ട് കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ശബ്ദ സ്രോതസ് അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ ആവൃത്തി കൂടുന്നുണ്ട്. അതാണ് നമുക്ക് സൗണ്ട് കൂടുന്ന പോലെ തോന്നുന്നത്. അപ്പൊ വാഹനങ്ങള്, വിമാനം, ഇതിന്റെയൊക്കെ വേഗത കാര്യങ്ങളൊക്കെ അളക്കുന്ന ഡോപ്ലർ വെച്ചിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പോലീസുകാര്, ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് വഴിയിൽ നിന്നിട്ട് ഒരു റഡാർ പോലെ ഒരു സാധനം വെച്ചിട്ട്, റഡാറാണത്, അതുപോലെ നമുക്ക് ഡോപ്ലർ എഫക്റ്റ് വെച്ചിട്ട് ഈ വണ്ടിയുടെ വേഗത അവർ അളന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫൈനൊക്കെ തരും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം. അപ്പൊ ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.